അന്ന് പുലർച്ചക്ക് കയ്യിലൊരു ചെറിയ വിളക്കുമായി പാണക്കാട്ടെ പള്ളിയിലേക്ക് കാലം കണ്ട ക്രാന്തദർശിയായ നേതാവ് PMSA പൂക്കോയത്തങ്ങൾ പാണക്കാട്ടെ തറവാട്ടിലെ കോലായിൽ നിന്നിറങ്ങുമ്പോൾ കുറച്ചാളുകൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. പുലർക്കാലമാണ്, നേരിയ നിലാവിൻ്റെ വെളിച്ചം മാത്രമാണുള്ളത്. അവർ പയ്യാരം പറയാൻ വേണ്ടി വന്നതാണ്. ദൂരെ വയനാട്ടിൽ നിന്നാണ് വന്നത്. ആലോചിക്കുക, ഇന്നത്തെ പോലെ വാഹന ഗതാഗതം സുഗമമല്ലാത്ത ഒരുപക്ഷെ 1/2 നൂറ്റാണ്ട് മുമ്പുള്ളൊരു സംഭവമാണത്. വന്ന കുറച്ചാളുകളുടെ, ഒരു സിസ്റ്ററുടെ, ഒരു സഹോദരിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന് മടക്കി വേദന പറയാൻ പാണക്കാട്ടേക്ക് എത്തിയതാണ് അവർ. പൂക്കോയത്തങ്ങൾ മന്ത്രിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ കുശലാന്വേഷണം നടത്തുമ്പോൾ ചോദിച്ചു, ഇത്ര നേരത്തെ എങ്ങനെയാണ് വയനാട്ടിൽ നിന്ന് വരാൻ കഴിഞ്ഞത്? അവർ പറഞ്ഞു, രാവിലെ വന്നതല്ല, ഞങ്ങൾ ഇന്നലെ പാതിരാത്രിക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളെന്തേ ഞങ്ങൾ വിളിക്കാതിരുന്നതപ്പോൾ? അവർ പറഞ്ഞു, 1-2 തവണ നിങ്ങൾ തട്ടി വിളിച്ചു, പക്ഷേ ഉണർന്നില്ല. പൂക്കോയത്തങ്ങൾക്കത് വല്ലാത്ത നൊമ്പരമായി. പാതിരാത്രിയിൽ പാണക്കാട്ടെ കോലായിൽ പയ്യാരം പറയാൻ വേണ്ടി വന്നവരുടെ മുന്നിൽ ഉണരാൻ കഴിയാതെ പോയതിൻ്റെ വേദനയിൽ പൂക്കോയത്തങ്ങൾ പറഞ്ഞു, ആറ്റപ്പൂ ഇനി എൻ്റെ കൂടെ കിടക്കട്ടെ. വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാന്തയോട് ചേർന്നുള്ള റൂമിലേക്ക് താമസം മാറ്റി ആ കട്ടിലിൽ പൂക്കോയത്തങ്ങളോട് പറ്റിച്ചേർന്ന കുട്ടിയാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. പൂക്കോയത്തങ്ങൾ വഫാത്ത് വരെ പിന്നെ വരാന്തയോട് ചേർന്ന പുറത്തെ റൂമിലാണ് കിടന്നത്. ഇനി ഒരാളും പാണക്കാട് വന്ന് പുലർക്കാലം വരെ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഏതു പാതിരാത്രിയിലും ഒരു വിളി വിളിച്ചാൽ താൻ ഉണർന്നിട്ടില്ലെങ്കിലും തൻ്റെ ആറ്റപ്പ് തന്നെ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഈ സമൂഹത്തിൻ്റെ പയ്യാരം കേൾക്കാൻ പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ ചേർത്ത് കിടത്തിയ മുത്തുമോനാണ് ഇന്നിവിടെ അനുസ്മരിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഹൈദരലി തങ്ങൾ കോഴിക്കോട്ട് പഠിക്കാൻ പോകുന്നതുവരെ പൂക്കോയത്തങ്ങളോടുകൂടെയാണ് കിടന്നത്, വഫാത്ത് വരെ. ലീവിൽ പാണക്കാട്ടേക്ക് കോഴിക്കോട് നിന്ന് വരുമ്പോഴൊക്കെയും മുതിർന്നപ്പോഴും പൂക്കോയത്തങ്ങളുടെ പയ്യം ചേർന്ന് കിടന്ന മകനാണ്. അത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. നമ്മുടെ ഇന്നത്തെ നായകൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വഫാത്തായി പോയ നമ്മുടെ നായകൻ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചത് ആറ്റപ്പൂവിനാണ്. കാലം ചില നിയോഗദീപ്തികൾ സമ്മാനിക്കാറുണ്ട്, നമുക്കറിയുന്നതും അറിയാത്തതുമായ ചില നിയോഗദീപ്തികൾ. ഓരോരുത്തർക്കും പ്രത്യേകതകളുണ്ടാവും. പാണക്കാട്ടെ ഓരോ സയ്യിദന്മാർ ഓരോ കാലഘട്ടത്തിൽ നേതൃത്വം നൽകുന്നവർക്കും അവർക്കദ്വിതീയമായ അവരുടേതായ ചില വ്യക്തിവൈശിഷ്ട്യങ്ങളുണ്ടാവും. അത് കാലത്തിൻ്റെ ചില നിയോഗദീപ്തികളാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിയോഗദീപ്തി എന്ന് പറയുന്നത്, നോക്കൂ, ആ സംഭവം പോലും പിന്നീടുള്ള ശിഹാബ് തങ്ങളുടെ, ഹൈദരലി തങ്ങളുടെ വളർച്ചയിൽ നമ്മൾ മനോഹരമായി ചന്തചാരുതയോടെ ദാർശനിക മികവോടെ നമ്മൾ കാണുന്നുണ്ട്. പാവങ്ങൾ പരാതി പറയാൻ വരുമ്പോൾ ഉറങ്ങിപ്പോകരുത് എന്ന ഒരു സന്ദേശം ഉണർത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയ മോനാണ് ഹൈദരലി തങ്ങൾ. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 2 മാസം മുമ്പ് 1947 ജൂണിലാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജനിക്കുന്നത്.
ഉമ്മയേക്കാൾ കൂടുതൽ ഉപ്പയോട് ചേർന്നാണ് ശിഹാബ് തങ്ങൾ ജീവിച്ചിട്ടുള്ളത്, ഹൈദരലി തങ്ങൾ ജീവിച്ചിട്ടുള്ളത്. ഉമ്മ പലപ്പോഴും രോഗാവസ്ഥയിലായ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഹൈദരലി തങ്ങൾക്ക് 3 വയസ്സുള്ളപ്പോഴേ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പിതാവിൻ്റെ മകനായിട്ടാണ് ഹൈദരലി തങ്ങൾ ജീവിക്കുന്നത്. പിതാവിൻ്റെ മകൻ, 3 വയസ്സല്ല കേട്ടോ, അത് തെറ്റി പറഞ്ഞ, വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട്. പിതാവിൻ്റെ മകൻ എന്ന ഒരവസ്ഥയിൽ എല്ലാവരും പിതാവിൻ്റെ മക്കളാണ്. പക്ഷെ ഹൈദരലി തങ്ങൾക്ക് പൂക്കോയ തങ്ങളുമായി ഒരു വാത്സല്യം നിറയുന്നൊരടുപ്പം കൂടുതലുണ്ടായിരുന്നു. ഒരുപക്ഷെ ശിഹാബ് തങ്ങളെക്കാൾ കൂടുതൽ സ്ഥാപനങ്ങളുടെ അമരത്തിരുന്നത് ഹൈദരലി ശിഹാബ് തങ്ങളാണെന്നാണ് എൻ്റെ ഒരു വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ശിഹാബ് തങ്ങളുടെ ഒരു കാലത്ത് അത്രയധികം സ്ഥാപനങ്ങൾ കേരളത്തിൽ മുളച്ചു പൊന്തുന്നുണ്ടായിരുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം അത്. അല്ലാതെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ആ നേതൃമികവ് ഇല്ലാഞ്ഞിട്ടല്ല. കേരളത്തിൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ സ്ഥാപന മികവുകൾ ഉണ്ടാകുന്നത് 1985കളിലൊക്കെയാണ്. ഒറ്റപ്പെട്ട സ്ഥാപനങ്ങൾ അതിൻ്റെ മുന്നേ ഇല്ല എന്നല്ല. ഒരുപാട് മതസ്ഥാപനങ്ങളുടെ പദവിയിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ ഇരുന്നിട്ടുണ്ട്. അത്രയധികം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇരുന്നിട്ടില്ല. പിന്നെ CH സെൻ്ററുകൾ ധാരാളമായി വികസിക്കുന്നത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒരു യൗവന അല്ലെങ്കിൽ നേതൃമികവിലെത്തിയ കാലഘട്ടത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി സ്ഥാപനങ്ങളുടെ നേതൃമികവിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ ഇരുന്നിട്ടുണ്ട്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഉത്തരേന്ത്യയിലെ ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പല ഓർമ്മിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ടായതും ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ്. എന്ന് വെച്ചാൽ ഹാഫിള് ജുനൈദിൻ്റെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട, ദേശീയ ശ്രദ്ധ ലഭിച്ച ഒരു സംഭവമായിരുന്നു ഹാഫിള് ജുനൈദിൻ്റെ കൊലപാതകം. അതുപോലെ രാജസ്ഥാനിലെ ഉമർ ഖാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ കൊലപാതകം. അദ്ദേഹം ഒരു പശു വളർത്തുന്ന ക്ഷീര കർഷകനായിരുന്നു. പശുക്കളെ വളർത്തി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നയാളായിരുന്നു. അങ്ങനെ വിൽക്കുമ്പോൾ അദ്ദേഹം പശുവിനെതിര് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത്. 7 മക്കളുള്ള ഒരു കുടുംബം അനാഥം പേറിയപ്പോൾ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാരുണ്യവർഷമെത്തി. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും ദൂരെ രാജസ്ഥാനിലെ ആ ഗ്രാമത്തിൽ മെഹ്റ ബാനു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുണ്ട്. അവരുടെ മൂത്ത മകൾ. ആ പെൺകുട്ടിക്കറിയാം ഹൈദരലി ശിഹാബ് തങ്ങളെയൊക്കെ കാണാൻ വേണ്ടി അവർ പാണക്കാടെത്തിയിരുന്നു. സഹായഹസ്തം നീട്ടിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആകുമ്പോൾ ആ അമരസ്ഥാനത്തിരുന്ന അമരനായകത്വം വഹിച്ചത് ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു. ഹാഫിള് ജുനൈദും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ വാപ്പയും മരണപ്പെട്ട ജുനൈദിൻ്റെ അനുജനും കൂടി പാണക്കാട് വന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ശ്രദ്ധേയമായ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, ദേശീയ ശ്രദ്ധ ലഭിച്ച പ്രവർത്തനങ്ങളുടെ നായകസ്ഥാനത്തും ഹൈദരലി ശിഹാബ് തങ്ങളുണ്ട് എന്നത് കാലത്തിൻ്റെ ഒരു നിയോഗദീപ്തിയാണ്. കാരണം പൂക്കോയ തങ്ങളോട് പറ്റിച്ചേർന്ന് പാതിരാവിൽ ഒരാൾ വന്ന് വിളിച്ചാൽ ഉണർത്താൻ ചുമതലപ്പെടുത്തിയ നിയോഗദീപ്തിയായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങൾ. ഇപ്പോൾ ഇവിടെ ഹൈദരലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെൻറ്റ് എന്ന ഒരു പ്രഖ്യാപനം മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്താനിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്ലോഗനും ലോഗനുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങനെ തന്നെ ആവുമല്ലോ. ഈ മനുഷ്യൻ അല്ലെങ്കിൽ പാണക്കാട്ടെ ഈ മനുഷ്യന്മാരെ എത്രയെത്ര പ്രതിഫലമാണ് ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ അവരുടെ ഖബറിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു നിസ്തുലമായ മനോഹരിതയാണിത്. ഇതിനൊരു ചരിത്രത്തിൻ്റെ ഒരു കൈവഴിയുണ്ട്.
ഇപ്പോൾ ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണല്ലോ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു ചരിത്രകാരൻ, അവിടുത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ കേരളത്തിൽ വരികയുണ്ടായി. പ്രൊഫസർ എങ് സംഗ്വേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്, ദ ഗ്രേവ്സ് ഓഫ് തരീം ജിനിയോളജി ആൻഡ് മൊബൈലിറ്റി അക്രോസ് ഇന്ത്യൻ ഓഷ്യൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ദ ഗ്രേവ്സ് ഓഫ് തരീം, യമനിലെ തരീമിലെ മസാറുകളെക്കുറിച്ചാണ് ആ പുസ്തകം വിശദീകരിക്കുന്നത്, മക്ബറകളെക്കുറിച്ചാണ് ആ പുസ്തകം വിശദീകരിക്കുന്നത്. ഇന്ത്യയും തരീമും തമ്മിലുള്ള ഒരു ഇസ്ലാമിക സേതുബന്ധനത്തെക്കുറിച്ചാണത് സംസാരിക്കുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിക്കാൻ ശ്രമിക്കുന്നത്, തരീമിൽ നിന്നാണ് ലോകത്തേക്ക് പ്രവാചക പൗത്ര പരമ്പരയുടെ പ്രൗഢ പാരമ്പര്യം പരന്നൊഴുകിയത് തരീമിൽ നിന്നാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, സൈനുൽ ആബിദീൻ്റെ പൗത്രൻ സയ്യിദ് അഹമ്മദ് എന്ന പേരുള്ള ഒരാളാണ് മദീനയിൽ നിന്ന് ആദ്യമായി തരീമിൽ എത്തിച്ചേരുന്നത്. നിങ്ങളതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൃത്യമായി മനസ്സിലാക്കണം. കേരളീയ ഇസ്ലാമിക സമൂഹത്തിന് പാണക്കാട് സയ്യിദന്മാർ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സയ്യിദ് വംശവും, അത് ജിഫ്രി കബീലകളാണെങ്കിലും ശിഹാബ് കബീലയാണെങ്കിലും ജമലുല്ലൈലി കബീലയാണെങ്കിലും അസ്സഖാഫ് കബീലയാണെങ്കിലും അൽ ബാഫഖി കബീലയാണെങ്കിലും ബാഅലവി കബീലയാണെങ്കിലും, ശിഹാബ് കബീല ശരിക്കും ബാഅലവി കബീലയാണ്. ഹൈദർ അലി തങ്ങളുടെയൊക്കെ കബീല, കബീല എന്ന് പറഞ്ഞ ഗോത്രം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നൊരു വാക്കാണ് കേട്ടോ, കബീല. ബാഅലവി കബീലയാണ് ശരിക്കും, മമ്പുറം തങ്ങളുമായി കണക്ട് ചെയ്യുന്നൊരു കബീലയാണ്. അപ്പോൾ അത് രൂപപ്പെടുന്നത്, അവർക്കെങ്ങനെയാണ് നേതൃമികവ് ഉണ്ടാകുന്നത് എന്നും ആ പുസ്തകം സവിശദമായി പറയുന്നുണ്ട്. ഈ സയ്യിദ് അഹമ്മദ് എന്നവർ തരീമിൽ പോയി അവിടെ ഒരു മഹല്ല് രൂപീകരിച്ചു. മഹല്ല് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു പാറ്റേൺ ആണല്ലോ, എന്താ ഒരു ക്ലസ്റ്റർ ആണ്. ക്രിസ്ത്യാനികൾ ഇടവക എന്നൊക്കെ പറയുന്നത് പോലെ. അതിൻ്റെ സ്പിരിച്വൽ ലീഡർഷിപ്പ്, അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തരീമിൽ സയ്യിദ് അഹമ്മദ് തങ്ങളായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക നേതൃത്വം. രാഷ്ട്രീയം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കക്ഷി രാഷ്ട്രീയം എന്ന അർത്ഥത്തിലല്ല ഞാൻ പൊളിറ്റിക്സ് എന്ന് പ്രയോഗിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. മുസ്ലിങ്ങളുടെ സോഷ്യൽ നേതൃത്വം, മുസ്ലിങ്ങളുടെ പൊളിറ്റിക്കൽ നേതൃത്വം, മുസ്ലിങ്ങളുടെ സ്പിരിച്വൽ നേതൃത്വം സയ്യിദന്മാരായി അവിടെ രൂപപ്പെട്ടു വന്ന് അവിടെ ഒരു ഇസ്ലാമിക സിവിലൈസേഷൻ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ രൂപപ്പെടുകയുണ്ടായി. അവിടെ നിന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവാചക പൗത്രന്മാരുടെ പ്രയാണം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിൽ, ഉത്തര അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ തീരങ്ങളിൽ വരെ, അറേബ്യൻ തീരങ്ങളിൽ നിന്ന് ഈ യമനി ഈ സന്ദേശം പരന്നൊഴുകയുണ്ടായി. അങ്ങനെയാണ് കേരളത്തിലേക്ക് ഈ പ്രവാചക പൗത്ര പരമ്പരകൾ കടന്നു വരുന്നത്. നോക്കൂ, പാണക്കാട്ടെ ഒരു പരമ്പരയുടെ പരിശോധന, നമ്മളിപ്പോൾ അവരെക്കുറിച്ചാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് ആ കബീലയെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ പരിശോധിച്ച് നോക്കൂ. സയ്യിദ് ഫസൽ പൂക്കോയ, ഒരുപക്ഷെ നമുക്കത്ര ഈ സദസ്സിലുള്ളവർക്കോ എനിക്കോ കൂടുതൽ അവരുമായി അത്ര വലിയ ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ഫളിൽ പൂക്കോയത്തങ്ങൾ, മലയാളത്തിൽ അത് ഫസൽ പൂക്കോയത്തങ്ങൾ എന്ന് പറയും. പല ഫസൽ പൂക്കോയത്തങ്ങന്മാരുണ്ടായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് പാണക്കാട്ടെ പരമ്പരയിലെ ലോകപ്രസിദ്ധനായ ഒരു തങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ഒമാനിൽ പോയാൽ സലാലക്ക് വേറൊരു പേരുണ്ട്. അറിയുന്ന ആരെങ്കിലും സദസ്സിലുണ്ട്? സലാലക്ക് അറബിയിൽ പറയുന്നൊരു പേരുണ്ട്. സലാലയിൽ ജോലി ചെയ്താരൂടല്ലേ? ഭാഗ്യം. സലാല എന്ന് പറയുന്ന ഒമാനിലെ ഒരു പ്രവിശ്യക്ക് വേറെ അറബിയിൽ പറയുന്നൊരു പേരുണ്ട്. എനിക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. സലാലയിൽ ജോലി ചെയ്താരൂടല്ല?
സലാലിൽ ജോലിയുള്ളവരുണ്ട്, പക്ഷെ ഒരു അവിടെ ആ പേരാണ് പറയാറ്. അവിടുത്തെ ഗവൺമെൻറ് സൈറ്റിലൊക്കെ ഉള്ള പേര് അതാണ്, സലാലാന്ന് നമ്മൾ വിളിക്കണമല്ലേ. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ അവസാനം ഓർമ്മ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്ത് നോക്കും. അതല്ലോ ഇപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളിടത്ത് മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഗുരുവിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ ഗൂഗിളായിട്ടുണ്ട്. ഗൂഗിൾ എപ്പോഴും ഫേക്ക് ന്യൂസാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയുന്നില്ല അല്ലേ. ലുഫാർ എന്താണ്? ഗൂഗിൾ നോക്കിയാണല്ലേ. അതാ ലിഫാർ എന്നാണ് അതിൻ്റെ സലാലയുടെ പേര്. ആ പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്നു ഏഷ്യയിലെ, ഇന്ത്യയിലെ, കേരളത്തിലെ, മലപ്പുറം ജില്ലയിലെ പാണക്കാട്ട തറവാട്ടിലെ ഫതുൽ പൂക്കോയ തങ്ങൾ എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? മറ്റൊരു രാഷ്ട്രത്തിലെ ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയായിട്ടുണ്ട് അദ്ദേഹം. ഇത് മുമ്പ് അറിയുന്ന ആരെങ്കിലും ഇതിലുള്ളവരെ കൈ പൊക്ക് കാണട്ടെ. അപ്പം നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ചരിത്രവും പഠിച്ചിട്ടില്ലല്ലേ. അത് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കാരണം അദ്ദേഹം അങ്ങനെ നമ്മുടെ ചർച്ചകളിൽ വരുന്ന ഒരാളല്ല. നമ്മളെപ്പോഴും ചരിത്രത്തോട്, നമ്മുടെ താഴ്വേരുകളോട്, നമ്മുടെ പാരമ്പര്യത്തോട്, നമ്മുടെ സ്വത്വത്തോട്, അതിനെക്കുറിച്ച് പുതിയ തലമുറകളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കണം. സ്വത്വബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല. വരാനിരിക്കുന്ന കാലം അതിശക്തമായ വെല്ലുവിളികളുടെ കാലത്താണ് ജീവിക്കാൻ പോകുന്നത്. മതനിഷേധികളുടെ പരാക്രമം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം യുക്തി എന്ന പേരിൽ അയുക്തി പ്രകടിപ്പിക്കുന്ന ദൈവനിഷേധികൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ താഴ്വേരുകളെക്കുറിച്ച്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ഉത്കൃഷ്ടമായ നമ്മുടെ ഭൂതകാലത്തിൻ്റെ പ്രൗഢചരിത്രത്തെക്കുറിച്ച് നമ്മളെപ്പോഴും മനസ്സിലാക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്കും ഒരു മതവിദ്യാർത്ഥി എന്ന നിലക്കൊക്കെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു ബാധ്യതയാണ്. അപ്പോൾ പാണക്കാട്ട ഒരു തങ്ങൾ ഒമാനിൽ ഭരണാധികാരിയായിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നത് മരണപ്പെട്ട് കിടക്കുന്നത് ഒമാനിലല്ല, തുർക്കിയിലാണ് എന്നുകൂടി നിങ്ങൾ അത്ഭുതത്തോടെ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ മുകളിൽ ഈ പേര് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഫസൽ പൂക്കോയത്തങ്ങളുടെ ഒരു കാലഘട്ടത്തിന് ശേഷം ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തങ്ങളെ നിങ്ങൾക്ക് പലപ്പോഴും പ്രഭാഷണങ്ങളിലൂടെയോ, നിങ്ങൾ മലപ്പുറത്തുകാരായതുകൊണ്ട് സ്ഥിരമായി പാണക്കാടുമായി അഭേദ്യമായ ബന്ധമുള്ളവരെന്ന നിലക്ക് ആറ്റക്കോയത്തങ്ങളെ നിങ്ങൾക്കറിയാം. 1880 എന്ന് തോന്നുന്നു, 850 തോന്നുന്നു. ഡേറ്റ് തെറ്റേണ്ടത്, ലൈവ് നമ്മുടെ തങ്ങൾ ലൈവ് കൊടുക്കുന്നുണ്ട്. ഡേറ്റ് തെറ്റിയാലൊക്കെ പ്രശ്നമാണ് അല്ലേ, നമുക്ക് തിരുത്താൻ പറ്റില്ല. പിന്നെ 1884 കൃത്യമാണ്. 1884 തൃക്കളയൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ മലപ്പുറം ജില്ലയിൽ നിന്ന്. തൃക്കാളൂർ എന്താണ്? തൃക്കണ്ടിയൂർ വേറുണ്ട്, തൃക്കളൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അല്ലേ. അത് തൃക്കണ്ടിയൂരാ. എന്തായാലും ആ ഊരിൽ അവിടെയുള്ള സമരസഖാക്കൾക്ക്, വൈദേശികാധിപത്യത്തിനെതിരെ പോരാടുന്ന ആളുകൾക്ക് സൂഫി ഇജാസത്ത് പ്രകാരമുള്ള മന്ത്രച്ചരട് നൽകി, അത് വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരൊക്കെ ഈ സദസ്സിലുണ്ടാകാം, അത് അതിൻ്റേതായ വേദിയിൽ തർക്കിക്കാം. ഇപ്പോൾ നമ്മൾ പൊതുവായ കാര്യമാണ് പറയുന്നത്. അല്ല, തർക്കിക്കുക എന്നുള്ളതല്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോൾ പുതിയൊരു ഉത്തരവാദിത്വം. ഇപ്പോൾ അങ്ങനെയാണ്, തർക്കിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കെട്ടി നൽകിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വെല്ലൂരിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഹൈദരലി തങ്ങളുടെ പ്രാപിതാക്കന്മാരുടെ പങ്ക് മനോഹരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
അദ്ദേഹത്തെ വെല്ലൂരിലേക്ക് നാട് കടത്തി. അദ്ദേഹത്തെ അങ്ങനെ വെല്ലൂരിലേക്ക് നാട് കടത്താൻ എന്തായിരുന്നു കാരണം? അദ്ദേഹം കേവലം ഒരു സാധാരണ മനുഷ്യനാകാത്തത് കൊണ്ടാണ്. ഭരണകൂടം എപ്പോഴും അന്നത്തെയും ഇന്നത്തെയും എക്കാലത്തെയും ഭരണകൂടം പ്രമുഖരായ ആളുകളെ നോട്ട് ചെയ്യും. അവരൊരു സമൂഹത്തെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് കാണും. അതുകൊണ്ടല്ലോ പാണക്കാട്ടേക്ക് രാഷ്ട്രീയ ജാതിഭേദമന്യുള്ള ആളുകളൊക്കെ പല സന്ദർഭങ്ങളിൽ വരുന്നത് എന്തുകൊണ്ടാണ്? പൊളിറ്റിക്കലായി അതിനിശ്ചിതമായി വിമർശിക്കുന്നവർ പോലും കഴിഞ്ഞ ആഴ്ച പാണക്കാട് വന്നിട്ടുണ്ട് അല്ലേ? അല്ലേന്ന് അപ്പം നിങ്ങൾ പത്രം വായിക്കുന്നില്ല എന്ന് മനസ്സിലായി. തോമസ് ഐസക്ക് വന്നിരുന്നു. ഐഡിയോളജിക്കലി കമ്മ്യൂണിസ്റ്റാണ് അയാൾ, ഒരു പരിധിവരെ അങ്ങനെയാണ് അയാൾ. പക്ഷെ എന്നിട്ട് പോലും വന്നു. അപ്പോൾ സമൂഹത്തിൽ നേതൃത്വത്തിലിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ഒരു ജനതയെ, ഒരു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ എല്ലാ കാലത്തും നമ്മുടെ ഭരണകൂടങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ അവരുടെ ഒരു വാക്ക് പോലും പ്രഹരശേഷി കൂടുതലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാനോ നിങ്ങളോ മൈക്ക് കെട്ടി 1000 തവണ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒരു മൗന മന്ദസ്മിതത്തിന് പ്രഹരശേഷി കൂടുതലാണ് എന്ന് ആളുകൾക്കറിയാം, ഭരണകൂടങ്ങൾക്കറിയാം. അപ്പോൾ അതെല്ലാ കാലത്തും അങ്ങനെയാണ്. ഹൈദരലി തങ്ങളിലേക്ക് ഞാൻ വരാം, ആ മൗനത്തിലേക്കും വരാം. ഞാനതിൻ്റെ ഹൈദരലി തങ്ങളെന്ന ഒരു നേതൃഗരിമ രൂപപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം ഇത്തരമൊരു സദസ്സിൽ പരാമർശിക്കുന്നത് സംഗതമാകുമെന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ അന്ന് നൂല് ഉറുക്കെഴുതി കൊടുത്ത ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവുമല്ലോ. അന്ന് പ്രത്യക്ഷ സമരത്തിലേർപ്പെട്ട ആളുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരെക്കാളൊക്കെ ഭയപ്പെട്ടത് പാണക്കാട്ടെ ഈ തങ്ങളുപ്പാപ്പയെയാണ്. കാരണം ആ തങ്ങളൊരു വ്യക്തിയല്ല, പാണക്കാട്ട തങ്ങളൊരു പ്രസ്ഥാനമാണെന്ന് ബ്രിട്ടീഷുകാർക്കറിയാമായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നൂലിന് ശക്തിയുണ്ടോ ഇല്ലേന്നൊന്നും ബ്രിട്ടീഷുകാർ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അന്ന് ഈ തർക്കമൊക്കെ ഉണ്ടാവുമല്ലോ. ബ്രിട്ടീഷുകാർക്ക് ആ നൂലിൽ വിശ്വാസമുണ്ട് എന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ അത് ഇവരെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് തർക്കം ഉണ്ടായിരുന്നില്ല. പാണക്കാട്ട തങ്ങളുടെ ഈ നൂല് പ്രചോദിപ്പിക്കുന്നുണ്ട്. അയാൾ ഒരു പ്രസ്ഥാനമല്ല. അവരുടെ ഭാഷയിലാണ് ഞാൻ അയാളെന്ന് പ്രയോഗിച്ചത്. അയാളെന്നൊരു വാക്കുപോലും സയ്യിദന്മാരെ പ്രയോഗിക്കുന്നത് അനാദരവാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അവരുടെ ഒരവസ്ഥയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ ഒരു ജനതയെ, ഒരു സൊസൈറ്റിയെ സ്വാധീനിക്കുന്നു എന്നതുകൊണ്ടാണ് പാണക്കാട്ട തങ്ങളുടെ ഒരു നൂലിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത്. പ്രത്യക്ഷ സമരത്തിൽ ഏർപ്പെടാതെ നിന്നിട്ട് കൂടി. അപ്പോൾ അങ്ങനെയും രണ്ടാമത്തെ ഒരു പോരാളി ഉണ്ടായിട്ടുണ്ട്. സയ്യിദ് ആറ്റക്കോയത്തങ്ങളുടെ പൗത്രൻ സയ്യിദ് അഹമ്മദ് കോയത്തങ്ങൾ എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം, നമ്മുടെ നാസർ ഖാനെ കൊണ്ട് സമ്മാനം തെരിപ്പിക്കുകയും ചെയ്യാം. റൈറ്റല്ലേ? ഈ പൂക്കോയത്തങ്ങൾ ഇതിൽ ആരുടെ മകനാണെന്നാണ് ചോദ്യം വരിക. നമുക്കിങ്ങനെ പറയാം, ഹൈദരലി തങ്ങളെ നമുക്കറിയാം, ശിഹാബ് തങ്ങളറിയാം, സാദിഖ് അലി തങ്ങളറിയാം, അബ്ബാസ് അലി തങ്ങളതറിയാം, എക്സെട്ര എക്സെട്ര. അവരൊക്കെ അറിയാം. അവരുടെ വാപ്പ പൂക്കോയത്തങ്ങളെയും അറിയാം. പൂക്കോയത്തങ്ങളുടെ വാപ്പ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ചിലപ്പോൾ ഇവിടെ അല്ല, അങ്ങ് മറുപടി പറയുന്നതൊക്കെ അറിയാം. പൂക്കോയത്തങ്ങളുടെ വാപ്പാൻ്റെ വാപ്പ ആരായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. പൂക്കോയത്തങ്ങളുടെ വാപ്പാൻ്റെ പേര് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ മലപ്പുറത്തേരല്ലേ? നിങ്ങൾ പറയുമല്ലോ. ഞാൻ എൻ്റെ തൃശ്ശൂരിൽ പോയി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. പൂക്കോയത്തങ്ങളുടെ ഉപ്പാൻ്റെ പേരെന്താ? മലപ്പുറമേ. പൂക്കോയത്തങ്ങളുടെ ഉപ്പാൻ്റെ പേരെന്താ? ഒരു എസ് കേൾക്കുന്നുണ്ട്. അവന് സയ്യിദ് തന്നെ ആയിരിക്കും അല്ലേ? സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. റൈറ്റാ? ശരിയാണോ?
ഈ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണെങ്കിൽ അവരുടെ ഉപ്പാൻ്റെ പേരെന്താന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ സമ്മാനം വേണ്ടി വരില്ല. അത് ഞാൻ കുറച്ച് നിങ്ങൾ ആറ്റക്കോയത്തങ്ങളെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞതല്ലേ. നിങ്ങൾ ഗസ് ചെയ്ത് ഊഹം വെച്ച് പൂശണ്ട, നിങ്ങൾക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഹൈദരലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെൻറ്റ് ഇനാഗുറേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നൊരു വേദിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വല്യപ്പനെ കുറിച്ച് പറയുന്നത് നല്ലതാണ്. ഈ പറയാൻ പോകുന്ന സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ, ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കത്തിലെ യാദൃശ്ചികമോ ബോധപൂർവമോ പറഞ്ഞു പോയി, ഓരോ തങ്ങന്മാർക്കും ഓരോ നിയോഗദീപ്തി ഉണ്ടാവുന്നു. ഇപ്പോൾ രാഷ്ട്രീയമായി പൊളിറ്റിക്കലി ഇന്ത്യൻ ദേശീയ സമരത്തിനോടൊപ്പം ചേർന്ന് നിന്നു രണ്ട് സയ്യിദന്മാരുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ പൊളിറ്റിക്കൽ മികവുള്ള, ഇത് നിങ്ങൾ സൂക്ഷ്മാർത്ഥത്തിൽ അതിൻ്റെ സ്ഥൂലാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ഈ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. BJP പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അവർ ഷൂ നക്കിയ ചരിത്രമല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടാവില്ല. ഇങ്ങനെ വേറെയും പാർട്ടികളുണ്ട്. ഈ പാർട്ടികളുടെ ഒക്കെ ഇപ്പം നേതൃത്വത്തിൽ ഇരിക്കുന്നവരോ സമീപകാലത്ത് മരിച്ചുപോയവരോ, ഒരുപക്ഷെ കുറേ കാലത്ത് ചരിത്രം പറയില്ല, മരിച്ചുപോയവരൊക്കെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതിലാരുടെയെങ്കിലും പ്രാപിതാക്കന്മാരാരെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? നമ്മുടെ PV അൻവർ ഇടക്ക് അപ്പാൻ്റെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. ഉണ്ടോ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതിൻ്റെ പേരിൽ നാട് കടത്തപ്പെട്ട ഒരു ചരിത്രം കേരളത്തിലെ പൊളിറ്റിക്കൽ ചരിത്രത്തിൽ, ഹിസ്റ്ററിയിൽ ഏതെങ്കിലും പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ടോ? ദേശീയ നേതാക്കന്മാരുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനൊക്കെ ഉജ്ജ്വലമായ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം പറയാനുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായിട്ടുണ്ട് അല്ലേ. അദ്ദേഹത്തിനൊക്കെ ഉജ്ജ്വലമായ ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ ആരെങ്കിലും ചരിത്രത്തിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പറയാം, എനിക്കും പറയാം, എല്ലാവർക്കും പറയാം. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രാപിതാക്കന്മാരിൽ രണ്ടുപേര് ഉജ്ജ്വലമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പേരു രേഖപ്പെടുത്തപ്പെട്ട തറവാട്ടിൻ്റെ പേരാണ് പാണക്കാട്. അവർ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ പറ്റണം. ഞാനത് പ്രത്യേകം പരാമർശിക്കാൻ കാരണം, പലപ്പോഴും മുസ്ലിം ലീഗ് എന്നുള്ള പേര് തന്നെ പലപ്പോഴും വർഗീയതയുടെ ചാപ്പ കുത്താൻ വേണ്ടി ഫാസിസ്റ്റ് സംഘടനകളും മതേതര സംഘടനകളാണെന്ന് പറയപ്പെടുന്നവർ പോലും ചില സമയത്തൊക്കെ, നിക്കാഹ് ആലോചിക്കാത്ത സമയത്തൊക്കെ മുസ്ലിം ലീഗിനെ കുറിച്ച് വർഗീയ സംഘടന എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അഭിമാനത്തോടെ നിങ്ങൾ ആ ചരിത്രം തിരിച്ചവരോട് പറയണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിയോഗദീപ്തിയുണ്ട്. ഈ പറയപ്പെടുന്ന തങ്ങൾ, അദ്ദേഹത്തിന് സൂഫി വിജ്ഞാനത്തിലും ആത്മീയ ചികിത്സയും അതോടൊപ്പം സാമുദായിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു സമൂഹത്തിന് സമാശ്വാസം നൽകുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം പൊളിറ്റിക്കലി അങ്ങനെ ഇടപെട്ട ഒരാളല്ല. ഒരർത്ഥത്തിൽ അത് പൊളിറ്റിക്കലി കൂടിയാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം എന്ന അർത്ഥത്തിലല്ല സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായി ഇടപെട്ടു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒതുങ്ങിക്കൂടിയ ഒരാളായിരുന്നു അദ്ദേഹം. മലബാറിലെ ജനത മുഴുവൻ ആ മനുഷ്യൻ്റെ ഒരു മൗനത്തിൻ്റെ മുന്നിൽ, ഒരു നോട്ടത്തിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നീടാണ് PMS പൂക്കോയത്തങ്ങൾ നിയോഗിതരാകുന്നത്. പൂക്കോയത്തങ്ങളുടെ ഒരു ചരിത്രം ഞാൻ നിങ്ങളോട് അത്രമേൽ വിശദീകരിക്കേണ്ടതില്ല. കാരണം പൂക്കോയത്തങ്ങളോട് നേരിട്ട് സംസാരിച്ച ആളുകൾ എൻ്റെ മുമ്പിലും പിറകിലും ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ചന്ദ്രശോഭയോടെ പണക്കാട്ട തറവാടിൻ്റെ ആ വട്ടമേശയ്ക്ക് പിറകിൽ ആ മനുഷ്യനിരുന്നു.
നിങ്ങൾക്കറിയുമോ, ഫാത്തിഹയുടെ ഒരു ശമനതാളം പെയ്തിറങ്ങിയ ഒരു തറവാടാണിത്. ലോകത്ത്, ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നു, ലോകത്ത് ആധുനിക കാലത്ത് ഇത്രയധികം ഫാത്തിഹ പെയ്തിറങ്ങിയ ഒരു തറവാട് വീട് ഈ വേൾഡിൽ ഇല്ല എന്ന് നിങ്ങൾ എവിടെയും വിളിച്ചു പറഞ്ഞോളൂ. ആധുനിക കാലത്താണ് പറയണത്. ആധുനിക കാലത്താണ്, ഞാൻ ആവർത്തിച്ച് പറയുന്നു. നിങ്ങളന്ന് മദീനയിൽ ഉണ്ടായിരുന്നു എന്ന് പറയരുത്. ആ മദീനയിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആധുനിക കാലത്താണ് പറയുന്നത്. ഇത്രയധികം ഫാത്തിഹ പെയ്തിറങ്ങിയ ഒരു തറവാട് എവിടെയാണുള്ളത്? ഫാത്തിഹയ്ക്ക് ഒരു ശമനതാളമുണ്ട്. അത് വിശദീകരിക്കേണ്ട സദസ്സല്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാലും നിങ്ങളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലോകത്ത് 4 വേദഗ്രന്ഥങ്ങളാണല്ലോ ഉണ്ടായത്. തൗറാത്ത്, ഇഞ്ചിൽ, സബൂർ, ഫുർഖാനുള്ളത്. റമദാനാണല്ലോ ഖുർആൻ അവതീർണമായ മാസം. ഈ 4 വേദഗ്രന്ഥങ്ങളിൽ ലോകത്തെ എല്ലാ വിജ്ഞാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മറ്റു 3 വേദങ്ങളുള്ളത് മുഴുവൻ ഖുർആനിലുണ്ട്. അപ്പോൾ ലോകത്തുള്ളത് മുഴുവൻ ഖുർആനിലുണ്ട്. ലോകം മുഴുവൻ ഖുർആനിലുണ്ട്. 6660 സംതിങ് ആയത്തുകൾ. 6666 എന്നുള്ളത് അത്ര ക്ലിപ്തമല്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. അക്കാര്യത്തിൽ വരെ അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്ക്. അപ്പോൾ ലോകം അതിലുണ്ട്. അതിലുള്ളത് മുഴുവൻ സൂറത്തുൽ ഫാത്തിഹ എന്ന ഒരൊറ്റ അധ്യായത്തിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹ എന്ന 7 സൂക്തങ്ങളിലുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. 7 ആയത്തുകളിലുള്ളത് മുഴുവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുണ്ട്. 1-ാമത്തെ ആയത്തിൽ ബിസ്മി ഫാത്തിഹയിൽ ഒരായത്താണ്. മറ്റു സൂറകളിൽ ബിസ്മി ആയത്തല്ല, ഫാത്തിഹയിൽ ആയത്താണ്. അപ്പോൾ ലോകം മുഴുവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുണ്ട്. ബിസ്മിയിലുള്ളത് മുഴുവൻ ബ എന്ന ആദ്യത്തെ അക്ഷരത്തിലുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ബയിലുണ്ട്. ഇത്രയും ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഖുർആനിക വ്യാഖ്യാതാക്കളുടെ നേതാവാണെന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിത സേട്ടൻ പറയാണ്, ബയിൽ ലോകമുണ്ട്. ഖുർആൻ ഈസ് ദ വേർഡ് ഓഫ് അല്ലാഹ് ആൻഡ് നേച്ചർ ഈസ് ദ വർക്ക് ഓഫ് അല്ലാഹ്. കുറച്ചുകൂടി കടന്ന് സൂഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ബായിൻ്റെ താഴെയുള്ള പുള്ളിയിൽ ലോകം മുഴുവനുണ്ട് എന്ന്. ഈ ഫാത്തിഹയുടെ ശമനതാളമാണ് പണക്കാട്ട് ഒരു മർമ്മരം പോലെ. നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടി പോയാലും അൽഫാത്തിഹ എന്ന് പറഞ്ഞു അല്ലേ? ഹൈദരലി തങ്ങളത് സ്പീഡിൽ പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലായിട്ടുള്ളത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അൽഫാത്തിഹ. ഹൈദരലി തങ്ങൾ കൂടുതൽ സംസാരിക്കില്ലായിരുന്നു അല്ലേ? മറ്റ് പൊതുവെ പാണക്കാട് തങ്ങന്മാരങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആൾക്കാരല്ല. ഒച്ചയും ബഹളവും ഉണ്ടാകുന്ന ഒരു കാലത്ത് ഊക്കുള്ള മൗനം കൊണ്ടൊരു ജനതയെ നയിച്ച ആളാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കൊരു ടാഗ് ലൈൻ കൊടുക്കാം. ഒച്ചയും ബഹളവുമുള്ളൊരു ലോകത്ത് ഊക്കുള്ള മൗനം കൊണ്ട് ഒരു ജനതയെ നയിച്ചയാളാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ. പാണക്കാട് സയ്യിദന്മാരുടെയൊക്കെ ഒരു പൊതുവായ അവസ്ഥ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായുള്ളത്. അങ്ങനെ ബഹളത്തിൽ അങ്ങനെ സംസാരിക്കാറില്ല. ഹൈദരലി തങ്ങൾ സംസാരം വളരെ കുറവായിരിക്കും, ഉടനെ അൽഫാത്തിഹ വിളിക്കും. അങ്ങനെ പറഞ്ഞു വന്നതാണ്. പൂക്കോയ തങ്ങൾ ആ ഫാത്തിഹയുടെ അമരമന്ത്രധ്വനി പോലെ ജീവിച്ച ഒരാളാണ്. ആ പൂക്കോയ തങ്ങളുടെ മൂത്ത മകൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലോകം അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനും വിശ്രുതനായ നേതാവും ഒക്കെയായി നമ്മിൽ നിന്ന് കടന്നുപോയി. അവരുടെ അനുജൻ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അവരുടെ അനിയൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ ദൂരയാത്രകൾ കടന്നുപോയാൽ, ഇപ്പോൾ നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കി, ഈ പാണക്കാട് തങ്ങന്മാരുടെ, നമ്മൾ അവരെക്കുറിച്ചാണ് സംസാരിക്കുന്നതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത്. നമ്മളിപ്പോൾ ഈ പരിപാടിക്ക് വരാൻ വേണ്ടി എന്താണ് ഒരുങ്ങിയിട്ടുണ്ടാവുക? രാവിലെ ഒരു 9:30 വരെയൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിവിടെ 9:15 എത്തിയിട്ടുണ്ട്. എന്നോട് അദ്ദേഹം പറഞ്ഞു വളരെ നേരത്തെ തുടങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ എത്തി. കാരണം
നേരം വൈകി എന്നുള്ളൊരു ആരോപണം എൻ്റെ മേൽ നിങ്ങൾ ഉന്നയിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷേ പരിപാടി തുടങ്ങിയത് എത്ര മണിക്കാണ്? 10 മണിക്ക്. അപ്പോൾ ഹബീബിങ്ങളെ, ഇവർ സുബീൻ്റെ മുമ്പയോ അതിന് ശേഷമോ യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. വയനാടൻ മലനിരകൾ കയറി കാസർഗോഡൻ ഗ്രാമങ്ങളിലേക്ക് പോയി, ഒരുപക്ഷെ ഞങ്ങളുടെ തെക്ക് ഭാഗത്തേക്ക് അങ്ങോട്ട് വന്ന് അങ്ങനെ പാതിരാത്രിയിൽ എപ്പോഴാണ് വീടണയുന്നത് ഈ തങ്ങന്മാരല്ലേ? ഹൈദരലി ശിഹാബ് തങ്ങൾ എവിടെ പോയി മടങ്ങി വന്നാലും അത്ഭുതത്തോടെ നിങ്ങൾ കേട്ടോളൂ. നിങ്ങളുടെ പൊളിറ്റിക്കൽ ചർച്ചകളിൽ ഒരുപക്ഷെ ഈ സംഭവം വന്നിട്ടുണ്ടാവില്ല. എത്ര ദൂരെ എത്ര വൈകി വന്നാലും ശരി, ആ മനുഷ്യൻ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി കടലുണ്ടിപ്പുഴയുടെ തീരത്തെ പാണക്കാട്ടെ പള്ളിയുടെ അകത്തല്ലെങ്കിൽ സഫിൻ്റെ മിമ്പറിൻ്റെ തൊട്ടു മുന്നിൽ അദ്ദേഹം ഇരിക്കാറുണ്ട് എന്ന് അവിടുത്തെ ഇമാമായി ജോലി ചെയ്ത ആൾ അഭിപ്രായം പറഞ്ഞു മരണത്തിന് ശേഷം. നമ്മളൊരു ദിവസം എങ്ങോട്ടെങ്കിലും 12 മണി വരെ യാത്ര ചെയ്താൽ അന്ന് തഹജ്ജുദ് നിസ്കരിക്കുമോ? ചിലർക്ക് സുബി തന്നെ ഉണ്ടാവില്ല. ഹൈദരലി തങ്ങൾ അവിടെ ഇരിക്കും. ഒന്നുകൂടി നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കേൾക്കണേ. ഇവിടെ ഒരു മീറ്റിംഗ്, അടുത്തൊരു മീറ്റിംഗ്. ഇപ്പോൾ സാദിഖലി തങ്ങളിപ്പോൾ ദാറുൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഉദ്ഘാടനത്തിന് വരികയാണ്. ഇവിടെ കഴിഞ്ഞാൽ വീണ്ടും ഒരു പരിപാടി ഉണ്ടാവും. റമദാനായതുകൊണ്ട് ഒരു പക്ഷേ ഷെഡ്യൂൾ കുറച്ചുണ്ടാവും. അതല്ലെങ്കിൽ നിരന്തരം പരിപാടിയിലേക്ക് പോവുകയാണ്. ഇടയിൽ ഞാൻ പറയട്ടെ, എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകണമില്ല. പരിപാടി വേണമെങ്കിൽ പ്രസവമൊക്കെ മാനേജ് ചെയ്യുക, ഈ ഫുഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യാന്നൊരു എത്ര ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടിയില്ല. കാരണം എന്താണ്, നമ്മുടെ ഒരു പൊതു സ്വഭാവം എന്താണ്, ഇവിടെ പരിപാടിക്ക് വന്നാൽ തങ്ങൾ ഇവിടുന്ന് എന്തായാലും ഭക്ഷണം കഴിക്കണം. അല്ലേന്ന് റമദാനിലല്ല, അല്ലാത്തപ്പോൾ നിങ്ങൾ കഴിപ്പിക്കൂലേ ആന്ന് പറയും. ഇന്ത്യന് ഒരു വൈസി ഉസ്മാൻ വൈസിയറുണ്ട്, കഴിപ്പിക്കൂലേ. അപ്പുറത്ത് 3 മണിക്ക് ഒരു പടി പോയാൽ അവിടുത്തെ ആൾക്കാർക്കും കഴിപ്പിക്കണം. തങ്ങൾ ഇവിടുന്ന് കഴിച്ചോന്ന് അവർക്ക് അറിയേണ്ട കാര്യമില്ല. അസർ കഴിഞ്ഞ് വേറൊരു പള്ളി ഉദ്ഘാടനത്തിന് പോയാൽ അവിടെ നിന്നും ചപ്പാത്തിയും കോഴിയും കഴിക്കണം. മഗ്‌രിബിൻ്റെ ശേഷം പരിപാടിക്ക് പോയാൽ അവിടെ നിന്നും കഴിക്കണം. നമുക്ക് എന്തായാലും ഇവരെ കഴിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളൊരു ത്വര നമുക്ക്. പക്ഷേ ഇവരെല്ലോടത്തും ഒരു മന്ദാസം തൂങ്ങി ഒരു 10 രൂപയുടെ പൊട്ടെങ്കിലും കഴിച്ച് അങ്ങനെ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ 2 വട്ടം കഴിച്ച് 3-ാമത്തെ വട്ടം പറഞ്ഞ ദേഷ്യം വന്നു പോകും നമുക്ക്. എനിക്ക് വന്നു പോകും, നിങ്ങൾക്ക് വരുമെന്ന് എനിക്കറിയില്ല. ഈ ഭക്ഷണത്തിന് ഞാൻ നിർബന്ധിക്കല്ലേ എന്ന് നമ്മൾ കരുതി പോകും. ഇവരെങ്ങനെയാണത് ഒരാളെയും അസ്വസ്ഥപ്പെടുത്താതെ കഴിഞ്ഞു പോകണം? ഞാനിത് ഒരാളോട് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിൽ ഭയങ്കര രസകരമായി ഇടപെടുന്ന ആളാണെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എവിടെ പോയാലും ഭക്ഷണം കഴിക്കും. എങ്ങനെയാണ് എന്നിട്ട് അദ്ദേഹത്തിന് തടിയൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, മൂപ്പരെല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കഴിക്കണമാതിരി ഇങ്ങനെ കാട്ടും, വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, ഒരു 10 രൂപ പൊട്ടൊക്കെ എടുക്കും, പക്ഷെ മൂപ്പര് കഴിച്ചിട്ടുണ്ടാവില്ല. വീട്ടുകാർക്ക് ഭയങ്കര സമാധാനമായി, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചല്ലോ. അപ്പുറത്ത് പോയാലും മൂപ്പര് ആ ഐഡിയ തന്നെ പ്രയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഐഡിയ പ്രയോഗിക്കാമല്ലോ എന്ന്. പക്ഷെ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് ചുറ്റും ഒരു വല എപ്പോഴും ഉണ്ടാവും. നമ്മുടെ കൂടെ വലയും ഉണ്ടാകില്ല. നമ്മൾ 10 രൂപ പൊട്ടിക്കണത് വീട്ടുകാരൻ ശരിക്ക് കാണും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അവരതെങ്ങനെയാണ് മാനേജ് ചെയ്തെന്ന് നമ്മൾ ആലോചിച്ചു. എന്താ പറഞ്ഞ്, ഹൈദരലി ശിഹാബ് തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പാണക്കാട്ട പള്ളിയുടെ തണുപ്പിൽ ഇരിക്കുന്നുണ്ടാവും. ഹബീബിങ്ങളെ, നിങ്ങൾ ഈ സദസ്സിലിരുന്ന് ഒരു മൗനമന്ദമാരുതൻ പോലെ ഹൈദരലി തങ്ങളുടെ ഒരു ഓർമ്മ ഇങ്ങനെ ഒരു കുളിരായി, ഈ എയർ കണ്ടീഷൻ്റെ കുളിരല്ലാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പകർന്നു വരുമ്പോൾ നിങ്ങൾ ആ മനുഷ്യനുമായി സന്ധിച്ച ഓർമ്മ വരുന്നില്ലേ? മഹാസമ്മേളന നഗരികളിൽ ഉദ്ഘാടന പ്രഭാഷകനായി ഉയരം കുറഞ്ഞ ഒരു മനുഷ്യൻ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പിറ്റേന്നത്തെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കണ്ടിട്ടില്ലേ? ആ കറുത്ത തൊപ്പിയും വെച്ചൊരു മഹാജനസാഗരത്തിൻ്റെ മുന്നിൽ നേർത്ത വാക്കുകളിൽ മാത്രം സംസാരിച്ച്, മൗനം പോലെ സംസാരിച്ചൊരു പൂ വിടരുന്നത് പോലെ ചിരിച്ചു പോയൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുകയാണ് പാണക്കാട്ട പള്ളിയുടെ തണുപ്പിൽ. സമ്മേളന നഗരിയിൽ എല്ലാ കണ്ണുകളും ആ മനുഷ്യനിലേക്ക് മാത്രം നീണ്ടു നിന്നിട്ട് ആ മനുഷ്യൻ ആരുടെയും കണ്ണില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്നത് അവിടെയുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പോവില്ല.
അദ്ദേഹത്തിന് ഒരുപാട് ഔറാദുകൾ എന്ന് അറബിയിൽ പറയും. നിത്യസാധനയായി തപം പോലെ പ്രാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചത് അദ്ദേഹം നിരന്തരം ഉരുക്കഴിക്കുമായിരുന്നു. അവിടെ ഇരുന്ന് കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോവാറുള്ളൂ എന്ന് അവിടുത്തെ ഖത്തീബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നേതാവ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. കടലുപോലെ തിളച്ചു വരുന്ന മഹാപ്രശ്നങ്ങൾക്ക് മുന്നിൽ തൻ്റെ ഒരു പുഞ്ചിരി കൊണ്ട് ഒരു ജനതയെ നയിക്കാൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്പിരിച്വൽ പവർ ഉണ്ടാക്കിയെടുത്തത് എന്നതുകൂടി നമ്മൾ ഇത്തരം ഒരു മാസത്തിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കാത്തൊരു ഹൈദരലി ശിഹാബ് തങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന സംഭവം ഹൈദരലി തങ്ങളോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ജാമിഅ നൂരിയയുടെ ഓഫീസിൽ വെച്ച്. പക്ഷേ ഇതുണ്ടായതാണോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ ഇല്ല എന്ന് പറഞ്ഞില്ല, ഉണ്ട് എന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് വിശദീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് ഇവരൊക്കെ പ്രസിഡൻഷ്യൽ പദവിയിലിരുന്ന സ്ഥാപനമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അതിൻ്റെ പ്രസിഡൻഷ്യൽ പദവിയിലുള്ളത്. അവിടെ ശംസുൽ ഉലമ എന്ന് പറയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 4 പതിറ്റാണ്ട് കാലത്തെ അമരനായകത്വം നൽകിയ സായൂജ സൗരഭ്യ സാരഥ്യമായ ശംസുൽ ഉലമ ആ വരാന്തയിൽ ഇങ്ങനെ ഒരു തസ്ബീഹുമാലയും പിടിച്ച് ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട് ഒരു അസർ കഴിഞ്ഞാലൊക്കെ. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ അസർ കഴിഞ്ഞ ഒരു കുളി കുളിച്ചിട്ട് ഇങ്ങനെ ക്യാമ്പസിലൂടെ ഹോസ്റ്റലിലേക്ക് കയറിപ്പോകാറുണ്ട്. അങ്ങനെ കയറിപ്പോകുമ്പോൾ ശംസുലമ അവിടെ ഇരിക്കുക എന്ന് കണ്ടാൽ ഇവിടെ പ്രായമുള്ളവർക്കൊക്കെ ശംസുലമയുമായി ബന്ധമുള്ളൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. അടുത്തുകൂടെ പോലും ഒരാൾ പോവില്ല. അത് പാമ്പിനോടുള്ള പേടിയല്ല, അതൊരു സ്നേഹം കലർന്നൊരു ബഹുമാനമാണ് അല്ലേ. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾ അവരെക്കാൾ പ്രായം കൂടിയ ആളുകൾ പോലും അവരെ മുഖത്ത് നിങ്ങൾ വേറെ മാറി നിന്ന് നോക്കി ഒരു ഭാവമാറ്റം ഉണ്ടാവും. ഒരു ഓറ കടന്നു വരുന്നത് പോലെ തോന്നും. അത് പേടിച്ചിട്ടല്ല. പേടി എന്നുള്ളത് അള്ളാഹുവിനെ വരെ പേടിക്കേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി ഇത് മാത്രം കട്ട് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഇടും അള്ളാഹിനെ പേടിക്കണ്ടെന്ന് ബഷീർ ബേസി ദേശമംഗലം. അങ്ങനെയല്ല, കോണ്ടക്സ്റ്റ് മാറുകയാണ്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞ 2 മണിക്കൂർ പ്രസംഗം ആരും കേൾക്കില്ല, 5 മിനിറ്റ് മാത്രം കട്ട് ചെയ്തിടും. ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു അർത്ഥത്തിലാണ് പറഞ്ഞത്. പാമ്പിനെ പേടിക്കേണ്ടതുപോലെ അള്ളാഹിനെ, അതിന് നിങ്ങൾ വേറെ പരിപാടി വയ്ക്കി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു സ്നേഹമാണെന്നൊരു വിഷയം അനിവാര്യമായി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെപ്പോഴും മരണവും ഖബറും മഹ്ശറും നരകവും ലോകാവസാനവും മാത്രം പറഞ്ഞ് മനുഷ്യന്മാർ പേടിച്ച് ഹലാക്കായി പള്ളിക്ക് തന്നെ പോകാതെ. ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നൊരു കാലം തിരിച്ചു വരണം. സൂഫികൾ അങ്ങനെയായിരുന്നു, ദൈവത്തെ സ്നേഹപ്രധാനമായിട്ടാണ് അവതരിപ്പിച്ചത്. അതുപോട്ടെ, ഇവിടെ പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ എന്താ പറഞ്ഞത് കൈ ഇങ്ങനെ പിടിച്ചാണെല്ലാവരും നിങ്ങൾ ഉറക്കൊരാമീൻ പറയും. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഉറക്ക പറയും. നമ്മളൊക്കെ മുസ്ലിങ്ങളിൽ ഉറക്ക പറയും. അള്ളാഹു നമ്മുടെ മരിച്ചു പോയവർക്കൊക്കെ രോഗശമനം നൽകട്ടെ. അന്നെ മരിച്ചു പോയവർക്ക് എന്തുകൊണ്ട് രോഗശമനാണ് ഇഷ്ടം. ഇതാണ് മൊത്തം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രാഗ്രൂപമാണിത്. നഖചിത്രമാണെന്നൊക്കെ പറയാം. അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കട്ടെ. ഇപ്പോഴും നിങ്ങൾക്ക് ചിരിച്ചെന്തിനാന്ന് മനസ്സിലാവില്ല, പോകുമ്പോൾ പറഞ്ഞു കൊടുക്കുകയും മരിച്ചുപോയവർക്ക് രോഗശമനം നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനൊരു അക്കാഡമിക്കൽ പ്രഭാഷണം നടത്തുന്ന ആളല്ല, നമ്മുടെ സദസ്സുമായി ഇഴുകിച്ചേർന്ന് പ്രസംഗിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ ബുദ്ധിജീവി ചമഞ്ഞിട്ടൊക്കെ സംസാരിക്കായിരുന്നു. അതൊക്കെ മനുഷ്യന്മാർ മനസ്സിലാക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുറേയൊക്കെ ഞാൻ അങ്ങനെ പ്രസംഗിച്ച കാലമുണ്ട്. ഇപ്പം ഞാനും കൂടെ ഒന്നായത് കൊണ്ടാണ് ഞങ്ങളെ തമാശിപ്പിച്ചത്. മൊത്തം സമൂഹം ഇങ്ങനെയാണ്, ഒരോളത്തിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റി പോകുന്നത് അല്ലേ. ആരെങ്കിലും തോരുന്ന ആമീൻ പറയണം. ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി ഞങ്ങൾ നരകത്ത് പോകുമെന്ന് പറഞ്ഞാൽ ആമീൻ, അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. ഡിലീറ്റ് ചെയ്യൂ, ഈ പറഞ്ഞത് നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല. അപ്പോൾ മഹാനായ ശംസുൽ ഉലമ അവിടെ ഇരിക്കുമ്പോൾ കുട്ടികളിങ്ങനെ കയറിപ്പോവും. അങ്ങനെ അതാ
ചരിത്രം പിറന്ന ഒട്ടേറെ ചരിത്രസന്ധികൾക്ക് സാക്ഷ്യം വഹിച്ച ബാഫക്കിത്തങ്ങളെയും പൂക്കോയത്തങ്ങളെയും ശിഹാബുതങ്ങളെയും ഒക്കെ കണ്ടു വളർന്ന ആ ചീനിമരത്തിൽ, സഹോദരിമാർ ചിലപ്പോൾ കണ്ടുണ്ടാവില്ല, ആ ചീനിമരത്തിൽ അസ്ഹാബുൽ കൗഫിൻ്റെ ഗുഹാമുഖത്ത് കാല് നീട്ടിയിരുന്ന കിത്മീർ എന്ന നായയെപ്പോലെ ഇപ്പോഴും ജാമിയ നൂരിയ എന്ന തെന്നിന്ത്യയിലെ ഉന്നത മത കലാലയത്തിൻ്റെ ക്യാമ്പസിൽ, ഞങ്ങളൊക്കെ ഓടി നടന്ന ക്യാമ്പസിൽ, ഞാൻ ഈ വൈസി ഉസ്താദൊക്കെ നടന്ന യമാനിഞ്ഞ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് വരണ്ട, ആ ക്യാമ്പസിൽ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടിയെ കണ്ടപ്പോൾ ശംസുലമ ഇങ്ങനെ മാടി വിളിച്ചു. ആ വിളിക്കുന്ന നിമിഷത്തിൻ്റെ ആജ്ഞാശക്തിയുടെ മുന്നിൽ ഞങ്ങനെ സങ്കല്പിച്ച് പറയാം, ഗസിയെ ഇമാജിൻ ചെയ്ത് പറയുകയാണ്, അവർ സ്റ്റക്കായിട്ടുണ്ടാവും ചിലപ്പോൾ. ശംസുലമ അവിടെ നിൽക്കാൻ പറഞ്ഞു. ശംസുലമ എന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നടന്നു ചെന്നു, മുറ്റത്തേക്ക് നടന്നു ചെന്നു. കുട്ടികൾ അവിടെ സ്റ്റക്കായി നിൽക്കുക. അതിലൊരു കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മോനെ സോപ്പുണ്ടോ കയ്യിൽ? തങ്ങൾ പൊളിഞ്ഞു. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾക്കപ്പുറം വികാരം ചിലപ്പോൾ പുറത്തു കിടക്കും. മനസ്സിലായില്ലല്ലോ? ഇല്ല. ആ കുട്ടിയോട് ചോദിച്ചു, സോപ്പുണ്ടോ കയ്യിൽ? ആ കുട്ടി സോപ്പ് വെട്ടി തുറന്നപ്പോൾ തേഞ്ഞ് ഞങ്ങളുടെ തൃശ്ശൂർ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ അല്ലിയായി തീർന്നൊരു വാസന സോപ്പിൻ്റെ ഒരു കഷ്ണം അതെടുത്തിട്ട് ആ മഹാപണ്ഡിതൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇത് ഞാൻ എടുത്തോട്ടെ എന്ന്. ആ കുട്ടി പറഞ്ഞു, ഉസ്താദേ, നല്ല സോപ്പ്, പൊട്ടിക്കാത്ത സോപ്പ് റൂമിൽ വേറെ ഉണ്ട്, ഇത് ഞാൻ തേച്ചതല്ലേ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ തേച്ച സോപ്പാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ മലപ്പുറം ഭാഷയിൽ സാവൂൻ എന്നാണ് പ്രയോഗിച്ചെന്ന് തോന്നുന്നു. ഈ നിങ്ങൾ തേച്ച സാവൂനാണ് എനിക്ക് വേണ്ടത്. തേഞ്ഞുപോയ ആ വാസന സോപ്പിൻ്റെ അല്ലിയുമായി ഒരു വൃദ്ധനായ പണ്ഡിതൻ തിരിച്ചു മടങ്ങുന്നത് ആരാണെന്നറിയുമോ? ബഷീർ ഫൈസിയല്ല, ഉസ്മാൻ ഫൈസിയോ നമ്മുടെ ഫൈസി ഉസ്താദോ അല്ല. അങ്ങനെയാണെങ്കിൽ അതിലൊട്ടും അത്ഭുതവുമില്ല. 21-ാം നൂറ്റാണ്ട് കണ്ട മലയാളത്തിൻ്റെ ഇമാം ശാഫഈ എന്ന് അറബ് ലോകം ആദരവോടെ വിളിച്ച മഹാപണ്ഡിതൻ ശംസുൽ ഉലമയായിരുന്നു അത്. ആ പേടിച്ച് വിറച്ച് നിന്ന കുട്ടിയുടെ പേര് നിങ്ങൾക്കറിയുമോ? വെളുത്ത് കൊലുന്നന് ഉയരം കുറഞ്ഞ ആ കുട്ടിയുടെ പേര് കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗും ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെൻറ്റും കൂടി ഇന്നത്തെ സദസ്സിൽ ആരുടെ പേരിലാണോ ഒരുമിച്ച് കൂടിയത്? പാണക്കാട്ട പൂക്കോയത്തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ, കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിൻ്റെ പൂമരത്തണലായ മശൂർ പെറ്റ കൊടപ്പനക്കലത്തറവാട്ടില് സ്നേഹത്തിൻ്റെ രാജപ്രതാപിയായ PMSA പൂക്കോയ തങ്ങളുടെ മകൻ ആറ്റപ്പൂ എന്ന് വിളിച്ച സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു ആ കുട്ടി. ആ സോപ്പ് വാങ്ങിയെന്ന ഗരിമ ഹൈദരലി തങ്ങൾ എവിടെയും പ്രസംഗിച്ചിട്ടില്ല. ഒരു തർക്കം വന്നപ്പോൾ ഹൈദരലി തങ്ങളോട് ഞാൻ ജാമ്യയുടെ ഓഫീസിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു. തങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ ഒരു ചിരി ചിരിച്ചു. ആ ചിരി നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? ഇവിടെ ഫ്ലക്സിൽ ഫോട്ടോ ഉണ്ടോ? തങ്ങളങ്ങനെ ഭയങ്കരമായി ചിരിക്കൂല. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ മനോഹരമനോഞ്ചമായിട്ടാണ് ഹൈദരലി തങ്ങൾ ചിരിക്കാറുള്ളത്. പാതിരാവിൽ പാതി വിരിയുന്നൊരു പാരിജാതപ്പൂവ് പോലെ ചിരിച്ചയാളാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലേ? ഞാനത് ചുമ്മാ ഒരു വാഗ്വിലാസം നടത്തിയതല്ല. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിരി കണ്ടപ്പോൾ എനിക്ക് എഴുതാൻ തോന്നിയ വാക്കാണ് അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ എഴുതിയത്. പാതിരാവിൽ പാതി വിരിയുന്ന ഒരു പാരിജാത പൂവിൻ്റെ സന്നിഗ്ധത മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിരിയിലുണ്ട്. ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ചിരിയാണ് അങ്ങനെ പറഞ്ഞത്. അത് ചിരിച്ചിരുന്നു മൂപ്പര്, മുണ്ടണില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, തങ്ങളെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, അത് തെറ്റാണോ? തെറ്റാണെങ്കിൽ ഏതെങ്കിലും തങ്ങൾ പറയേണ്ടതാണ് തെറ്റാണ്. പക്ഷേ തങ്ങൾ മിണ്ടാതെ എന്നിട്ട് പിന്നെ പറഞ്ഞു, പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല എന്ന് പറഞ്ഞു. അതുപോലെ പ്രഭാഷകന്മാർ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുമല്ലോ, അല്ലേ? കുറച്ച് മോഡിഫൈ ചെയ്ത് പറയും. തങ്ങളെ പ്രസംഗം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ സംഭവം അവിടെ വെച്ച് വിശദീകരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ വിശദീകരിക്കാൻ പറ്റിയ ജാമ്യ സമ്മേളനത്തിൻ്റെ കുറച്ച് മുമ്പാണത്. അപ്പോൾ ഓഫീസിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്താണ്. അപ്പോൾ തങ്ങളത് കേട്ടിട്ടുണ്ടാവണം. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയെന്ന് ഞാൻ ചോദിച്ചുമില്ല, അദ്ദേഹം ഒട്ട് പറഞ്ഞുമില്ല. പക്ഷേ അതിൻ്റെ ആശയമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കഥ അങ്ങനെ പരക്കില്ലല്ലോ. അതാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മനസ്സിലാക്കാത്തൊരു ഹൈദർ അലി തങ്ങളുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയൊരു തങ്ങളുണ്ട്, മനസ്സിലാക്കാത്തൊരു തങ്ങളുണ്ടായിരുന്നു. അതെല്ലാവരുടെയും അങ്ങനെ തന്നെ. നമ്മൾ മനസ്സിലാക്കിയ ആൾക്കാർ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ചിലവരെ അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും, ചിലവരെ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അതാണ് ഇരട്ട വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇരട്ട വ്യക്തിത്വം എപ്പോഴും നല്ലതല്ല. പോസിറ്റീവും നെഗറ്റീവും കാണിക്കുന്ന ഇരട്ട വ്യക്തിത്വം ശരിയല്ല. അതായത് ഞാൻ നിങ്ങളോട് നന്നായി പ്രസംഗിക്കുന്നു, എന്നിട്ട് മഹാകുരുത്തക്കേട് ചെയ്യുന്നുവെങ്കിൽ അത് അത്ര സുഖമുള്ള ഒരു വ്യക്തിത്വമല്ല, അത് ഇരട്ട വ്യക്തിത്വമാണ്. ഇത് രണ്ടും പോസിറ്റീവായ വ്യക്തിത്വമായിരുന്നു. അതായത് ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോഴാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അസ്ഹാബുൽ ബദറിൻ്റെ തവസ്സുൽ ചെയ്ത ബദരീങ്ങളുടെ മഹത്വം പറയുന്ന മജ്ലിസ് നൂർ ചെല്ലാൻ ഒരു ഉമ്മത്തിന് പകർന്നു കൊടുത്തത്. നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും? സമീപകാല ചരിത്രത്തിലോ ഭൂതകാല ചരിത്രത്തിലോ വരാനിരിക്കുന്ന ചരിത്രത്തിലോ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ചിലപ്പോൾ നമ്മൾ മഹാചാന്ദ്രശോഭകൾക്ക് മുന്നിൽ നക്ഷത്രങ്ങൾക്ക് ചിലപ്പോൾ വെളിച്ചം കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ശിഹാബ് തങ്ങളെന്ന ഒരു മഹാമനുഷ്യൻ്റെ, നമ്മളെത്ര നീട്ടിപ്പറഞ്ഞാലും കൊതി തീരാതെ പറയുന്ന യുഗപുരുഷനെന്ന് പറയേണ്ടി വരുന്ന ഒരു മഹാമനീഷി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ എഴുതിയത്, വരാനിരിക്കുന്ന ചരിത്രം എഴുതും. ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ട്. 21-ാം നൂറ്റാണ്ടിൽ സഹാബിയെപ്പോലെ മലയാളത്തിൽ ജീവിച്ച ഒരാളാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ ഒരു മഹാവെളിച്ചത്തിൻ്റെ താഴെയോ ഇടയിലോ ആണ് ഹൈദർ അലി തങ്ങൾ ജീവിച്ചത് എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രശോഭിതമായ ഈ വെളിച്ചം അത്രമേൽ നമുക്ക് പരിചിതമല്ലാതെ പോയത്. നമുക്കെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ. ഹൈദർ അലി തങ്ങൾ വേറൊരു സംസ്ഥാനത്തോ വേറൊരു നാട്ടിലോ ഒക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ മഹത്വപരമായ അറിഞ്ഞ് ഉൾക്കൊള്ളുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും ഒരു പക്ഷേ വലിയ നേതാവ്. മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വലിയ സംഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, സമയമായ പറഞ്ഞു കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷമയോടെ കാര്യങ്ങളെ കേൾക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തല താഴ്ത്തി ഒരുപക്ഷെ തലയാട്ടിയിരിക്കുന്ന ഒരു തപം പോലെ ഇരിക്കുന്ന കുറേ നിമിഷങ്ങൾ കടന്നു പോകും അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെയല്ലേ? എപ്പോൾ പൊതുവേദിയിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഭയങ്കര പ്രശ്നം ചർച്ച ചെയ്യുന്നൊരവസ്ഥയിൽ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതിൽ തങ്ങളൊരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് നടത്തും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇതിൽ തങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് നടത്തിക്കളയും. ഉമർ അലി ശിഹാബ് തങ്ങളും അങ്ങനെ തല താഴ്ത്തിയിരുന്ന് കേട്ടിട്ടുള്ള ഒരാളല്ല. ഇങ്ങനെ എല്ലാവരെയും മുഖത്തൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചടനെ തീരുമാനം പറയുന്ന ഒരാളായിരുന്നു. ശിഹാബ് തങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് റഫർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹൈദർ അലി ശിഹാബ് തങ്ങൾ അങ്ങനെ എന്താ പറയുക, ഒരു മൗനത്തിലൂടെ ഉത്തരം കാണുന്നതായി പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു സഹാനുഭൂതിയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. ഹൈദർ അലി തങ്ങളെക്കുറിച്ചൊരു വിരചിതമായ ചില പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അതിൽ ഒട്ടേറെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പുതിയ തലമുറയോട് അതൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ മനോഹരമായ ചന്തചാരുതയുള്ള അനുഭവങ്ങളെ പുതിയ തലമുറക്ക്, MSFകാർക്ക്, യൂത്ത് ലീഗുകാർക്ക് നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം. വലിയ സഹാനുഭൂതി കാണിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം.
അറിയപ്പെടാത്ത ഒരുപക്ഷെ അദ്ദേഹത്തിന് വഫാത്തായി പോയൊരു മനുഷ്യന് അത്രമേൽ അത് പൊരുത്തമുണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ആദ്യം ചെയ്ത രഹസ്യമായി ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഞാൻ ഇത്തരമൊരു പൊതുവേദിയിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെച്ച ചില അനുഭവങ്ങൾ, കണ്ണീരണിയിക്കുന്ന അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ അങ്ങനെ പൊതുവേദിയിൽ പറയുന്നത് ഇഷ്ടമില്ലായിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ അത് പൊതുവായി ചെയ്യേണ്ട കാര്യമായിരുന്നല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൈദരലി ശിഹാബ് തങ്ങൾ എല്ലാ തങ്ങന്മാരും നമുക്ക് ഇല്ലാതെയാകുന്നത് വലിയ നഷ്ടമാണ്. അവരുടെ പേരിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്നത് ഒരാരാധന. ഇതൊരു പൊളിറ്റിക്കൽ ടൂളായി നിങ്ങൾ ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത് എന്നൊരു അഡ്വൈസ് കൂടി ഞാൻ പറയാം. ഇതൊരു പൊളിറ്റിക്കൽ ടൂളല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. ഒരു പക്ഷേ കോൺഗ്രസ്സിനോ CPM-നോ BJP-ക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ അതൊരു പൊളിറ്റിക്കൽ ടൂളായിരിക്കാം ജീവകാരുണ്യ പ്രവർത്തനം. ഈ ഫൗണ്ടേഷൻ്റെ കീഴിലും അത്തരം സംരംഭങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാഹു വലിയ സഹായം നൽകട്ടെ. പക്ഷെ അതൊരിക്കലും നമ്മൾക്കൊരു പൊളിറ്റിക്കൽ ടൂളല്ല. ബൈത്തുർ റഹ്മയോ റമദാനിലെ കിറ്റ് വിതരണമോ അതൊന്നും ഒരു പൊളിറ്റിക്കൽ ടൂളല്ല. കാരണം നമുക്കിത് ആരാധനയായി മാറ്റാൻ കഴിയും. അങ്ങനെയാണല്ലോ, അങ്ങനത്തെ അത്തരമൊരു വിശ്വാസത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യന് ഒരു സഹായം ഒരു വാക്ക് കൊണ്ടെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളത്, ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കൂലി കിട്ടും. പഞ്ചായത്തിന് കിട്ടുന്ന 7000 രൂപയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പടച്ചോൻ്റെ ഇരുന്ന് കൂലി കിട്ടുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ? എന്ന് പറയട്ടെ. ഈ ഫൗണ്ടേഷൻ ജീവകാരുണ്യ പ്രവർത്തനമല്ലേ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. 7000 ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും, അള്ളാഹുവിൻ്റെ നിന്ന് കിട്ടും. ഒരാൾക്ക് വേണ്ടി നിങ്ങളൊരു വാക്ക് സംസാരിച്ചാൽ മതി. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫൗണ്ടേഷനെ പിന്തുണക്കാമെന്നാണ് രണ്ടാം ഘട്ടത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മദീന പള്ളി റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്ന് ഖുർആൻ ഓതുമ്പോൾ മദീന പള്ളിയിൽ അവിടെ ഒരു മൂലക്കൊരാൾ വന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, നിരീക്ഷിക്കാൻ തുടങ്ങി. കുറച്ചു നേരം നോക്കിയപ്പോൾ ഖുർആൻ ഓത്ത് നിർത്തിയിട്ട് ഇദ്ദേഹം ചോദിച്ചു, എന്താണ് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അപ്പോൾ വന്നാൾ പറഞ്ഞു, അല്ല നിങ്ങൾ കണ്ടിന്യൂ ഓദിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല പറയൂ, എന്താണ് കാര്യം? നിങ്ങളുടെ മുഖത്ത് ഭയങ്കര സങ്കടം ഉണ്ടല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. എന്താ ആവശ്യം? ഞാൻ ഒരാളുടെ അടുത്ത് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കാനുള്ള ദിവസമായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പണമില്ല, പക്ഷേ ഞാൻ കൊടുക്കും. അതുകൊണ്ട് ആ ദിവസമൊന്ന് നീട്ടിത്തരാൻ വേണ്ടി, അവധി നീട്ടിത്തരാൻ വേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അയാൾ കേൾക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമൂഹത്തിൽ വളരെ പ്രഗത്ഭരായ ആളുകളുടെ വാക്കിന് വിലയുണ്ട് എന്ന് ബ്രിട്ടീഷ് കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി വന്ന, പക്ഷേ നിങ്ങൾ ഖുർആൻ ഓതല്ലേ, ഓതിക്കോളൂ പറഞ്ഞു. ഹബീബിങ്ങളെ, സ്നേഹനിധികളെ, ആ മനുഷ്യൻ ഖുർആൻ മടക്കി വെച്ചു. അദ്ദേഹത്തിൻ്റെ പിറകിൽ നടന്ന് ആ പണക്കാരൻ്റെ വീട്ടിൽ പോയി അവധി വാങ്ങിച്ചു കൊടുത്തു. അതിലെന്താണ് ഇത്ര അത്ഭുതം? എന്നാ കേട്ടോളൂ. 1, പരിശുദ്ധ റമദാനിലായിരുന്നു അത്. 2, അദ്ദേഹം നോമ്പുകാരനാണ്. 3, അദ്ദേഹം ഇത്തിക്കാഫിരിക്കുകയാണ്. 4, അദ്ദേഹം കോട്ടക്കലയോ ദേശമംഗലത്തെയോ പള്ളിയിലല്ല ഇത്തിക്കാഫിരിക്കുന്നത്, അൽ മദീനത്തുൽ മുനവ്വറയിലാണ്. 3 പള്ളികൾക്ക് പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയാലോ, പ്രതിഫലം കൂടുതലാണ്. 5, അത് വെള്ളിയാഴ്ച ദിവസമാണ്. 6, അവസാനത്തെ 10-ലാണ്. 7, അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. 7 മഹത്വമാണ് അയാൾക്ക് അപ്പോൾ അയാൾ എന്ന് പ്രയോഗിക്കാൻ പാടില്ല, അദ്ദേഹത്തിന് അപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തികാഫിൻ്റെ കൂലി, ഖുർആൻ ഓതുന്ന കൂലി, നോമ്പിൻ്റെ കൂലി, അങ്ങനെ 7 കൂലി. ഈ 7 പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത് മാറ്റിവെച്ചുകൊണ്ട് ഒരു മനുഷ്യന് ഒരു വാക്കുകൊണ്ട് സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെ കാണാൻ പറ്റും. സഹോദര,
ഈ കിടക്കുന്ന ആൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കിടക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മദീനത്തെ പള്ളിയിൽ ഈ കിടക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ആ പരാമർശം പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. മൻമശാ, ആരെങ്കിലും ഒരാൾ നടന്നാൽ, ഒരു മനുഷ്യന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി നടന്നാൽ, കാനല്ലാഹു ഫി ഹാജതിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇവന്റെ ആവശ്യം നിറവേറ്റും എന്നാണ്. ഒരു വാക്ക്, നല്ല ഒരു വാക്ക്, ഒരു മനുഷ്യന് വേണ്ടി സംസാരിക്കുന്നത് പോലും ഇബാദത്താണെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ ആളുകളാണ് നമ്മളെങ്കിൽ, ഹൈദരലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതൊരു പൊളിറ്റിക്കൽ ടൂൾ അല്ലാതെ കരുതുന്ന കാലത്തോളം നിങ്ങൾക്ക് പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് ഇവർ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നിങ്ങൾ സഹായിക്കലും നിങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1 രൂപയെങ്കിലും നൽകിയാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നിങ്ങളുടെ റെക്കോർഡിൽ രേഖപ്പെടുത്തും. നോക്കൂ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അതിദാരുണമായ ഒരു രംഗമുണ്ട്. ഞാനതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വിശദീകരിക്കുന്നില്ല, അതിൻ്റെ കണ്ടന്റ് മാത്രം പറയാണ്. അതിദാരുണമായിരുന്നു ആ കൊല. എന്നാൽ എന്ന് വെച്ചാൽ ഇസ്ലാമിക സമൂഹത്തിൽ കുറേ ആൾക്കാർ തന്നെയാണ് ഖലീഫയെ കൊല്ലുന്നത് നിങ്ങൾ അത്ഭുതത്തോടെ കേട്ടോളൂ. അല്ലാതെ കാഫിരികൾ മാത്രമല്ല, മുനാഫിക്കീങ്ങൾ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സബയിൻ്റെ നേതൃത്വത്തിലുള്ള കുറേ ആളുകൾ കൂടി കുറേ ദിവസത്തെ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ഖലീഫത്തുർ റസൂലായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കുന്നത്. ആ വധമല്ല നമ്മുടെ സംഭവം. അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു, ഇടിച്ച് കയറി വീട്ടിലേക്ക്. അപ്പോൾ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ഖലീഫ അദ്ദേഹത്തെ വെട്ടാനാഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പത്നി വന്ന് തടയാൻ ശ്രമിച്ചു. വാളുകൊണ്ട് വെട്ടി അവരുടെ വിരലുകൾ അറ്റുപോയി. ശത്രുക്കൾ വാളുമായി മുന്നിൽ നിൽക്കുമ്പോൾ ആ ഖലീഫ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ വന്നത്? അവർ പറഞ്ഞു, അവരവരുടേതായ കുറേ ന്യായങ്ങൾ പറഞ്ഞു. എല്ലാ തെറ്റിനും ന്യായങ്ങൾ കണ്ടെത്തുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടേതായ ന്യായങ്ങൾ അവർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, എൻ്റെ കയ്യിൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രതിയാണുള്ളത്, എൻ്റെ മലിനമായ രക്തം, ബ്ലഡ് ഈ ഖുർആനിൽ പതിയരുത്. ഇത് പറഞ്ഞു തീർന്നതും ഒരൊറ്റ കുത്താണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വയറ്റിലേക്ക് ബ്ലഡ് ചീറ്റി ഒഴുകിയപ്പോൾ ഒരു കൈ കൊണ്ട് ഖുർആൻ പിടിച്ചു, മറു കൈ കൊണ്ട് തൻ്റെ വയറ് പൊത്തിപ്പിടിച്ചു. പക്ഷേ ബ്ലഡ് അദ്ദേഹം ഓതിയ ഖുർആനിൽ വീണു. ആ ഖുർആനിപ്പോൾ ടോപ്പ് ക്യാപ്പി മ്യൂസിയത്തിൽ ഇപ്പോഴും ചരിത്രത്തിൻ്റെ വേദനാനിർഭരമായ ഓർമ്മകൾ പേറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഫൗണ്ടേഷൻ്റെ ഇനാഗുറേഷൻ നടക്കാൻ പോകുന്ന ഈ സദസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അലസ്തും തഅലമൂൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹുഫിറ റൂമ ഫലഹുൽ ജന്ന. മനുഷ്യരെ, നിങ്ങൾക്കറിയില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം? ആരാണ് റൂമ എന്ന കിണർ കുത്തി ജനങ്ങൾക്ക് വെള്ളം കൊടുത്തത്? ശരിക്കും ആ കിണർ കുത്തിയതല്ല, പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ പ്രയോഗം എങ്ങനെ ഉണ്ടായത്? ആരാണ് ജനങ്ങൾക്ക് വെള്ളം കൊടുത്തത്? ആ കിണർ കുത്തിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തത് ആരാണ്? അവർക്ക് ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാനല്ലേ ആ കിണർ കുത്തിയത് എന്ന് വെച്ചാൽ ആ കിണർ വാങ്ങിയിട്ട് ജനങ്ങൾക്ക് വെള്ളം കൊടുത്തത് ഞാനല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത് എന്നാണ് ചോദ്യം. 2 പോയിൻ്റ് ഉണ്ട്. ഒരു പോയിൻ്റ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടുള്ള, ഒരു പോയിൻ്റ് ഈ സദസ്സിൽ പറയേണ്ടതല്ല. എന്നാൽ ഞാനത് മെൻഷൻ ചെയ്യാൻ, എന്താണ് ആ പോയിൻ്റ് എന്ന് പറയും, വിട്ടുപോകുന്ന പോയിൻ്റ് ഇതാണ്. ആ ചോദ്യം ചോദിക്കുന്നത് മുസ്ലിങ്ങളോടാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്.
അവിശ്വാസികളാണ് കൊല്ലാൻ വന്നതെങ്കിൽ അവരോട് മുഹമ്മദ് നബി എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലണമെന്ന് ചോദിക്കേണ്ട ചോദ്യമില്ല. ഹലോ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. ആ ചരിത്രത്തിന് വർത്തമാന ലോക മുസ്ലിം സമൂഹവുമായി വലിയ ബന്ധമുള്ളതുകൊണ്ട് മറ്റൊരു സദസ്സിൽ അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. ഒരു RSSകാരെ നമ്മളെ കൊല്ലാൻ വന്നപ്പോൾ നമ്മളയോട് കൊല്ലാതിരിക്കാൻ ഒരു എക്സ്ക്യൂസിന് വേണ്ടി പറയാണ്, ഞാൻ റമദാൻ മാസം നോമ്പ് വെക്കുന്ന ആളാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ, അപ്പോൾ ഞാൻ സ്വർഗത്ത് പോകുന്ന ആളല്ലേ, പിന്നെ എന്തിനാ നീ എന്നെ കൊല്ലിടുന്നത്? RSSകാരോട് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? RSSകാരനൊരു നോമ്പില്ല, അവൻ ഈ നോമ്പ് കൊണ്ട് സ്വർഗം കിട്ടുന്നു വിശ്വാസമില്ല. മനസ്സിലായോന്ന്? അതേപോലെ കാഫിരീങ്ങളോട് ആ ചോദിക്കേണ്ട അർത്ഥമില്ല. അപ്പോൾ വന്നവർ മുസ്ലിങ്ങളായിരുന്നു, മുനാഫിക്കീങ്ങളായിരുന്നു എന്ന് മാത്രം. രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തി ഖലീഫയെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ഒരു പൊളിറ്റിക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതോട് വിശദീകരിക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ വിഷയം ഇതാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത ആളല്ലേ ഞാൻ, അങ്ങനെ സ്വർഗത്ത് പോകുന്ന ആളല്ലേ, അങ്ങനെ നബി പറഞ്ഞിട്ടില്ലേ, പിന്നെന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നു എന്നാണ് ചോദിച്ചത്. ഓർക്കുക, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അതിനേക്കാൾ വലിയ ഡെസിഗ്നേഷൻസുകൾ പറയാമായിരുന്നു. ഒന്ന്, ഞാൻ നിങ്ങളുടെ ഖലീഫയല്ലേ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയല്ല അത്. ഇസ്ലാമിലെ ഖലീഫ എന്ന് പറയുന്നത് ഖലീഫത്തുർ റസൂലാണ്, മുഹമ്മദ് നബിയുടെ പ്രതിനിധിയാണ്. അതിനേക്കാൾ വലിയ പദവി എന്താ? പക്ഷെ അത് പറഞ്ഞില്ല. ഞാൻ മുഹമ്മദ് നബിയുടെ 2 മക്കളെ കല്യാണം കഴിച്ചയാളല്ലേ, അങ്ങനെയും പറയായിരുന്നു. അതൊട്ടും മോശമായ പദവിയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ അത് പറയാമായിരുന്നു അദ്ദേഹത്തിന്. കാരണം റുഖയ്യ ഉമ്മു കുൽസുമിനെ കല്യാണം കഴിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ദിന്നൂറൈൻ എന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ടാഗ് ലൈൻ. പക്ഷെ അത് പറഞ്ഞില്ല. മൂന്നാമത് ഇങ്ങനെ പറയായിരുന്നു, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളല്ലേ. അത് നിസ്സാര പദവിയാണോ? ഖുർആൻ ഓതുക എന്നുള്ളത്? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിരന്തരം ഖുർആൻ പാരായണം ചെയ്ത ആളാണ്. പക്ഷെ അത് പറഞ്ഞില്ല. ഞാൻ വേറെന്തൊക്കെ പറയാം. ഖബർ കണ്ടാൽ ഏറ്റവും കൂടുതൽ കരയുന്ന ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾ പ്രസംഗത്ത് കേട്ടിട്ടുണ്ടാവും. അത് പറയായിരുന്നില്ലേ? ഞാൻ പരലോകത്തെക്കുറിച്ച് ഏറ്റവും ഭയമുള്ള ആളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ, എന്തിനാണ് എന്നെ കൊല്ലണമെന്ന് ചോദിക്കണ്ടേ? അതൊക്കെ ചോദിക്കാൻ അവസരമുണ്ടായിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ നിർണായകമായ ഘട്ടത്തിൽ ചോദിച്ചു പോകുന്നത്, ഞാനൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത ആളല്ലേ, എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത് എന്നായിരുന്നു. ജനങ്ങൾക്ക് വെള്ളം കൊടുത്തയാളല്ലേ. ഹബീബിങ്ങളെ, സഹോദരന്മാരെ, അതൊരു നിസ്സാരമായി നിങ്ങൾ കരുതരുത്. ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ, സോഷ്യൽ വർക്ക്, അതൊക്കെ ശക്തമായ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചാരിറ്റി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവനെ കളിയാക്കുന്ന ഒരു കാലത്താണ്. ഒരുപക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലും ചില ശത്രുപക്ഷത്തുള്ള ആളുകൾ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾ എന്ത് പൊളിറ്റിക്സാണ് ഇവിടെ, നിങ്ങൾ ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കി കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക, അതല്ലാതെ എന്താന്ന് ചോദിക്കും. അവിടെ ചൂളിപ്പോകരുത്, മുസ്ലിം ലീഗുകാരൻ ചൂളിപ്പോകരുത്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ വർത്തമാനകല പ്രതിനിധികൾ അതിൻ്റെ മുമ്പിൽ ചൂളിപ്പോകാതെ അഭിമാനത്തോടെ പറയണം, അതേടാ ഞാൻ ചാരിറ്റി ചെയ്യുന്നവനാണ്, എൻ്റെ പാർട്ടി അത് ചെയ്യുന്നവനാണ്, അത് ചെയ്യുന്നത് അഭിമാനമായി ഞങ്ങൾ കരുതുന്നു. എന്തിനാണെന്നറിയോ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങൾ എങ്ങനെയെങ്കിലും പരിഹസിക്കപ്പെട്ട് ചൂളിപ്പോയി അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ വീണു പോകുന്നുണ്ടെന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ വേറെയും ചെയ്യുന്നു, അങ്ങനെയൊന്നും അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ശത്രുവിൻ്റെ മുന്നിൽ നിങ്ങളുടെ ക്വാളിറ്റിയെ നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട കാര്യമില്ല. ശത്രുവിന് നിങ്ങളുടെ ക്വാളിറ്റിയെ മനസ്സിലാക്കിയത് കൊണ്ടാണ് വിമർശിക്കാൻ തോന്നുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനെ ആരും വിമർശിക്കില്ല. നിങ്ങളുടെ പൊളിറ്റിക്കൽ ക്വാളിറ്റിയെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ രാഷ്ട്രീയ ബോധമെങ്കിലും MSകാരനും യൂത്ത് ലീഗുകാരനും ഉണ്ടാകണം.
അല്ല ഞങ്ങൾ ഈ ചാരിറ്റി മാത്രമൊന്നുമല്ല, ഞങ്ങളത് ചെയ്യുന്നുണ്ട്, അങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യണ്ട. അതെ, ഞങ്ങളത് ചെയ്യുന്നു എന്ന് പറയണം. കാരണം അവർ നിങ്ങളെ വിമർശിക്കാൻ കാരണം നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്നതുകൊണ്ട്, അത് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നു എന്നതുകൊണ്ടാണ്. നിരത്തിലേക്ക് ഇറങ്ങിയാൽ ഏതെങ്കിലും ട്രാഫിക് ജാമിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ കാണാം, കുതിച്ചു പായുന്ന ഒരു സൈറൻ കേട്ടാൽ അതിൻ്റെ പുറകിൽ പുഞ്ചിരി തൂകിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖം കാണുന്നുണ്ട്. ഒരു വട്ടമല്ല, നാഷണൽ ഹൈവേയിൽ നിങ്ങൾ പലവട്ടമോ മുഖം കാണും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഒക്കെ മുഖം പതിച്ച ആംബുലൻസുകൾ പായിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും, അല്ലേ? ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ, എല്ലാ ഗ്രാമത്തിലും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവിടെ ചെന്നാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് ബൈത്തുർ റഹ്മ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത് വരാനിരിക്കുന്ന ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫോളോ ചെയ്യും. ഇന്ന് വിമർശിക്കുന്നവർ ഇതുപോലെ ബൈത്തുർ റഹ്മക്ക് പ്രകാരം ഗോപാലൻ ഭവൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ ചിരിച്ചു കേട്ടോളൂ, പക്ഷേ അടുത്ത 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരം ഒരു ചർച്ച നടക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മനസ്സിലായ ഇന്ന് വിമർശിക്കുന്നവരതുണ്ടാവും. അതൊരു നിസ്സാരമായ കാര്യമായി നിങ്ങൾ കരുതണ്ട. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലാർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഇബാദത്തായി അതിന് ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. എൻ്റെ സമയമായിട്ടില്ലല്ലോ, തങ്ങൾ വരുന്നവർ പറഞ്ഞോണ്ടേ, ഇവിടെ ചടങ്ങൊന്നുമില്ലല്ലോ വേറെ. ഞാൻ എങ്ങനെ കടലാസ് തരിക എന്നുള്ള അവസ്ഥയിൽ ഉണ്ടാകരുത്. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ കടലാസ് കിട്ടിയിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. അപ്പോൾ അതിനൊരു അപവാദമായൊരു ചരിത്രം ഉണ്ടാകണ്ടെന്ന് എഴുതിയിട്ടാണ്. എൻ്റെ ഫോണിലൊരു മിസ് കോൾ അടിച്ചാൽ മതി, അപ്പോൾ നിർത്താം. അതൊരു ഇബാദത്തായി കാണുന്ന അവസ്ഥ ഉണ്ടാവണം. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു പാവപ്പെട്ട സഹാബി കുറച്ച് മുന്തിരിങ്ങ കൊണ്ടുവന്ന് കൊടുത്തു. വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവമാണത്. ഒരു കൊച്ചു സദസ്സിലാണ് ആ ഗിഫ്റ്റ് വിതരണം ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ സാധാരണഗതിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കതിൽ നിന്ന് അല്പമെടുത്ത് തൻ്റെ അനുചര വൃന്ദത്തിന് അത് വിതരണം ചെയ്യാറാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. അന്ന് പതിവിന് വിപരീതമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഈ ഒരു ഈത്തപ്പഴം കഴിച്ചു, രണ്ടാമത്തവും കഴിച്ചു, മൂന്നാമത്തവും കഴിച്ചു, നാലാമത്തവും കഴിച്ചു. ആ കൊലയിലുള്ള മുന്തിരി മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു. ആ പാവപ്പെട്ട സ്വഹാബി സാഗൂതം റസൂലുള്ളാഹിനെ നോക്കിയിരിക്കുന്നു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരു പാവപ്പെട്ടവൻ തൻ്റെ നേതാവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും നേതാവ് അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുമ്പോൾ എത്രമേൽ ആർദ്രതയോടെ അത് കണ്ടിരിക്കുന്ന ഒരു അനുചരൻ്റെ ചിത്രം. അദ്ദേഹം സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. നബിയെ, ഒട്ടേറെ ദിവസമായി അങ്ങേക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് കഴിഞ്ഞത്. അദ്ദേഹം പോയപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സഹാബത്ത് ചോദിച്ചു, നബിയെ ഇതെന്തൊട്ട് പരിപാടിയാണ്, നിങ്ങളിങ്ങനെയല്ലല്ലോ ചെയ്യാറുള്ളത്. ഇങ്ങനെയൊന്നും നബിയോട് ചോദിച്ചിട്ടുണ്ടാവില്ല, ഞാൻ എൻ്റെ ഒരു തൃശ്ശൂർ ഭാഷയെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നബിയോട് അങ്ങനെയൊന്നും ചോദിക്കില്ലല്ലോ. സാധാരണ ഞങ്ങൾക്ക് തരാറുണ്ടല്ലോ, ഇതെന്തേ തരാതിരുന്നത്? എത്ര മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ, ഒരു മനുഷ്യന് സമാധാനം കിട്ടുന്നതിന്, ഒരു മനുഷ്യനൊരു വാക്ക് കൊണ്ടെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടെങ്കിലും സമാശ്വാസം ലഭിക്കുന്നതിന് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ റമദാനിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മുഹമ്മദ് നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ മുന്തിരി കഴിക്കുമ്പോൾ അയാളുടെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടോ? കണ്ടു നബിയെ. ഞാൻ ആ ഒന്നാമത്തെ മുന്തിരി കഴിച്ചപ്പോൾ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ മുന്തിരി ഡാമേജാണ്, ഇത് കയ്പ്പാണ്, ചവർപ്പാണ്. രണ്ടാമത്തെ എടുത്ത് കഴിച്ചു, അതും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ എടുത്ത് കഴിച്ചു, അതും അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഈ കൊലയുള്ള മുന്തിരി മൊത്തം മോശമാണ്. ഞാൻ അതിൽ നിന്ന് ഒന്ന് നിങ്ങൾക്കെടുത്ത് തന്നാൽ അത് കഴിച്ച ഉടനെ നിങ്ങൾ പ്രതികരിക്കും.
ഇത്ര ചവർപ്പുള്ള മുന്തിരിങ്ങയാണോ റസൂലുള്ളാഹിക്ക് കൊണ്ടുവന്ന് കൊടുത്തത് എന്ന് നിങ്ങൾ അയാളോട് ചോദിച്ചാൽ ആ മനുഷ്യൻ്റെ മനസ്സ് വേദനിക്കും സഹാബ. അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ സഹിച്ചതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നോക്കൂ, മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടുത്തെ സ്കൂളല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക എന്നുള്ളത്, അണ്ടർലൈൻ ചെയ്യണ വാക്കിന്, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക എന്നുള്ളത് നമുക്ക് അത്രമേൽ പോസിബിളായ ഒരു കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ 5000 റുപ്യ വേണമെങ്കിൽ ഫൗണ്ടേഷൻ സംഭാവന കൊടുക്കാം, അല്ലേ? പറ്റൂലേ? ഇപ്പോൾ കൊടുക്കണ്ട, ഇൻഷാ അല്ലാഹ് പറയും. എന്നാൽ കുറച്ച് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റും, അതിന് വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന് പറയുന്ന ശമ്പളം പറ്റുന്ന ജീവകാരുണ്യ പ്രവർത്തകർ, ഞാൻ നേരത്തെ ജീവകാരുണ്യം എന്ന് പറഞ്ഞ് നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. അതേസമയം സോഷ്യൽ മീഡിയ ചാരിറ്റിയൊക്കെ വമ്പൻ തട്ടിപ്പാന്നുള്ളത് നമ്മൾ പറയാതെ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും കിട്ടുന്നില്ലാതെ ഉണ്ട്. പക്ഷേ വമ്പൻ കൊള്ളയാണ്. ഇത് ക്ലിപ്പാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. വമ്പൻ കൊള്ളയാണ് ചാരിറ്റിയുടെ പേരിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം. എന്നിട്ട് നന്മയുടെ പ്രവർത്തനം, എന്തൂട്ട് നന്മ! ശമ്പളം മാത്രമല്ല, ഒരു കൊല്ലത്തിനുള്ള വരുമാനം കമ്മീഷൻ പറ്റിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇനി എതിരായിട്ട് വരട്ടെ, എൻ്റെ അടുത്തും ചില തെളിവുണ്ട്, ഞാനത് പരസ്യം ഔട്ട് ചെയ്യാം. എൻ്റെ സമീപത്തുണ്ടായ ഒരു കേസിൽ 2 ലക്ഷം വാങ്ങിയത് എനിക്കറിയാം, കൊടുത്തതാണ്. എങ്ങനെയാണ് ഇതൊക്കെ നീതീകരിക്കുക? 30 ലക്ഷം വേണ്ടി വരുന്ന ഒരാൾക്ക് 50 ലക്ഷം ആയിട്ട് പോലും അക്കൗണ്ട് ക്ലോസ് ചെയ്യാതിരിക്കുക, അറിഞ്ഞിട്ട് അനുനിമിഷം ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നില്ലേ, അക്കൗണ്ടിൽ അപ്ഡേഷൻ വരുന്നില്ലേ, പൈസ വരുന്നതിൻ്റെ ആ 30 ലക്ഷം എന്താ നിർത്തിയാൽ നിർത്തില്ല. ക്ലോസ് ചെയ്യുന്ന അപൂർവം ചില ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെയല്ല. എന്നിട്ട് ഇവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മറ്റുള്ള രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി, അത് ഇസ്ലാമികമായി നിയ്യത്ത് ശരിയാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തൊരു സദഖ, എൻ്റെ അനുവാദമല്ല നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കുന്നതിൽ എൻ്റെ പൊരുത്തമുണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കുന്നുണ്ടോ? ഹക്കാണോ ആ പൈസ? മതപരമായിട്ട് പോലും ശരിയല്ല, ഇനി സാമൂഹികപരമായിട്ട് ശരിയാണോ? അതല്ല. എന്നിട്ട് അന്ന് 5 ലക്ഷം എടുത്താൽ ഇതിന് കുറേ കമ്മിറ്റിക്കാർ തട്ടിക്കൂട്ടും. അതേതെങ്കിലും ഇതേപോലെയുള്ള നിയതമായ രീതികളോ നേതൃത്വമുള്ള സംഘടനയല്ല, തൽക്കാലം ഒരു മൈലിൽ തട്ടിക്കൂട്ടുന്ന ചാരിറ്റി പ്രവർത്തകന്മാർ. അവർ ഇയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്, 5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം. എന്നിട്ട് അവർ പറഞ്ഞ ന്യായീകരണം 1 കോടി വിരിച്ചു തന്നതല്ലേ, അത് 5 ലക്ഷം കൊടുത്താൽ എന്തുട്ടാ കാര്യം, എന്താ പ്രശ്നം? അയാൾ അത്രയും ദിവസം ആര് പറഞ്ഞു? അത്ര ദിവസം ഓടി നടക്കാൻ ആര് പറഞ്ഞു? എന്നിട്ട് പിന്നെ ത്യാഗം എന്ന് പറയരുത്. ശമ്പളം പറ്റി കൂലിക്ക് കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഞാൻ ഈ പരിപാടി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. എന്നിട്ട് ഒരു ഭാഗത്ത് ത്യാഗം പറയുക, അതിൻ്റെ പേരിൽ ആദരിക്കപ്പെടുക, അതിൻ്റെ പേരിൽ അവാർഡ് നേടിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ ശമ്പളത്തേക്കാൾ ഇരട്ടി. ചെറുപ്പക്കാരെ, ഒരു പണിക്കും പോകണ്ട, ചാരിറ്റി പ്രവർത്തനം ചെയ്താൽ മതി. പക്ഷെ അത് ഇതേപോലെ ഫൗണ്ടേഷനിൽ നടക്കൂല. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുന്നിൽ ഓഡിറ്റ് വരും, ഇത് ചോദ്യം ചെയ്യപ്പെടും. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കീഴിലാണ്. അപ്പോൾ പ്രഖ്യാതമായ SKSFൻ്റെ കീഴിൽ സഹചാരി ഉണ്ട്, കോടിക്കണക്കിന് ഉറുപ്പിക ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്, പബ്ലിസിറ്റി ഇല്ലാതെ. അതൊക്കെ അക്കൗണ്ടബിളാണ്. മുസ്ലിം ലീഗ് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്, അക്കൗണ്ടബിളാണ്. അത് മുനിസിപ്പൽ കമ്മിറ്റി ആണെങ്കിലും മണ്ഡലം കമ്മിറ്റി ആണെങ്കിലും യൂണിറ്റ് കമ്മിറ്റി ആണെങ്കിലും അക്കൗണ്ടബിളാണ്. ഇതൊരു നാട്ടിൽ 4-5 ആൾക്കാർ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് 50 ലക്ഷം പിരിക്കുക, 20 ലക്ഷം കൊടുക്കുക, 5 ലക്ഷം സമ്മാനം കൊടുക്കുക. ഈ സിസ്റ്റം ഇല്ലാതെയാക്കണം. ഇതിൻ്റെ കീഴിൽ ഹോസ്പിറ്റൽ മാഫിയകൾ വളർന്ന് വരികയാണ്. പണ്ട് 15,000 വരുന്ന ഒരു ഓപ്പറേഷൻ ഇന്ന് 2.5 ലക്ഷത്തിലേക്ക്. കാലാനുഗൃതമായ ഒരു മാറ്റം എന്ന നിലക്കല്ല, ഇത്തരം ചാരിറ്റികളിലൂടെ പൈസ എത്ര പറഞ്ഞാലും തരുമെന്ന ഒരു ഇമാജിനറി ഉണ്ടാക്കപ്പെട്ടു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അത് നന്നായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ തുറന്നു പറയാണ്, ഹോസ്പിറ്റലുകൾ ധാരാളമുള്ള ഒരു പട്ടണത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലേ? അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവർ തമ്മിലൊരു ലിങ്ക് ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. തെളിവില്ലാത്തതിൻ്റെ പേരിൽ നമ്മളത് ആരോപിക്കുന്നില്ല. ഇവർ തമ്മിലൊരു ലിങ്ക് ഉണ്ടോ എന്ന് പോലും ആരോപിക്കും. ഓപ്പറേഷൻ്റെ കമ്മീഷനിൽ നിന്ന് ഇത്ര വിഹിതം ഈ പ്രവർത്തകന് വേറെ കാണാമറയത്ത് കിട്ടുന്നുണ്ടോ എന്ന് കൂടി ഓർക്കേണ്ട ഒരു കാലത്താണ്. അപ്പോഴാണ് ഇത്തരം ചാരിറ്റി പ്രവർത്തനം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇത് അക്കൗണ്ടബിളുള്ള, എന്താ പറയുക, ഇത്
കണക്ക് പറയേണ്ടവരുള്ളവരും കേൾക്കേണ്ടവരുള്ള സംവിധാനങ്ങളാണ്. സംഘടനയിലൂടെയാണ് ഇനി ചാരിറ്റി പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ എന്നുള്ള കാലത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. വ്യക്തികളുടെ ചാരിറ്റി പ്രവർത്തനത്തിൽ സുതാര്യതയില്ല, വൻ കൊള്ള നടക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ഇനിയിപ്പോൾ ആരെങ്കിലും ക്ലിപ്പാക്കിയിട്ടാൽ നാളെ വൻ വിവാദമായാലും ഞാൻ എൻ്റെ അടുത്ത് കിട്ടിയൊരു തെളിവനുസരിച്ച് പറഞ്ഞതാന്ന് പറയും. 2 ലക്ഷം വാങ്ങിയൊരു തെളിവുണ്ട്, കൊടുത്തതാണ്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരാഴ്ച അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഒരാഴ്ച ജോലിക്ക് പോയാൽ നമുക്ക് 2 ലക്ഷം കിട്ടും. എന്നാ പിന്നെ ഞാൻ ത്യാഗം സഹിക്കുന്നു എന്ന് പറയരുത്. നമുക്ക് ആകെ ത്യാഗം എന്താണുള്ളത്? 10 മിനിറ്റ് സംസാരിക്കുന്നുള്ള ത്യാഗമല്ലേ. അവിടേക്ക് ഒരു 5000 രൂപ പെട്രോളല്ലേ വരുള്ളൂ. 40 ലക്ഷം രൂപ ഒരു മാസം ഫുഡ് കഴിച്ചതിൻ്റെ ബില്ലിട്ട ഒരു കണക്ക് പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നു. 40 ലക്ഷം രൂപ ബില്ല് വന്നതാണ്, ഫുഡ് കഴിച്ചത്. ഭയങ്കര ചാരിറ്റി അല്ലേ. അതുകൊണ്ട് നാസർക്കയും പുത്തൂർ റഹ്മാൻ സാഹിബൊക്കെ ഉള്ള ഒരു സംവിധാനം എന്ന നിലക്ക് അവർക്ക് ഈ പൈസയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇത് സുതാര്യമായി നടക്കും. ഇത് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ നമ്മൾ ഉണ്ടാവണം. ഞാൻ വേറെന്തൊരു കാര്യങ്ങൾ പറഞ്ഞു വന്നതല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പൈസ കൊടുക്കാൻ നമ്മളെ ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ വിവാദം ഉണ്ടായിട്ടും ലക്ഷങ്ങൾ ഇപ്പോഴും ഒഴുകുകയാണ്. ഇനി ബഷീർ ഫൈസി ഇത് പറഞ്ഞുകൊണ്ടൊന്നും ചാരിറ്റി നിൽക്കില്ല, അത് വീണ്ടും ഒഴുകും. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള പണിയാണ്. പക്ഷെ സഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ പ്രസംഗം ഇങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളത് സഹിക്കലാണ്. അത് ആസ്വാദ്യകരമാണെങ്കിൽ അതൊരു പക്ഷേ സഹിക്കലാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ സാധിക്കലി തങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അതുവരെ എന്നെ സഹിക്കുകയാണ്. അങ്ങനെയും വേണി ആകാം. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അല്ലേന്ന് അല്ലേ ആന്നാണ് പറഞ്ഞ് അല്ല നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ആ കാത്തിരിക്കുന്നവരെ സഹിക്കുകയാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ചില സ്വാതപ്രസംഗമൊക്കെ നമ്മൾ സഹിച്ച് 1.5 മണിക്കൂറൊക്കെ സഹിച്ച് കാത്തിരിക്കേണ്ടി വരാറുണ്ട്. ഇവിടെ പിന്നെ സ്വാതപ്രസംഗം ഉണ്ടായിട്ടില്ല. ഔചിത്യം എന്ന് മലയാളത്തിലൊരു വാക്കുണ്ട്, ഔചിത്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിക്കുകയായിരുന്നു. കരുണ മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മറ്റുള്ളൊരാൾ മനസ്സ് വേദനിക്കരുത് എന്ന് പറഞ്ഞ് സഹിക്കുകയായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ എത്രമാത്രം സഹിക്കേണ്ട ഒരു കാലത്താണ് ജീവിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ എത്രത്തോളം സഹിക്കേണ്ട ഒരു കാലത്താണ് ജീവിക്കുന്നത്. പ്രായമുള്ളവർക്ക് ഒരു പക്ഷേ അതിൻ്റെ ഒരു ആഘാതം അത്രമേൽ അറിയുന്നുണ്ടാവില്ല അല്ലേ. നമ്മുടെ ട്വിറ്ററിൽ, വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ ഒക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. സഹിക്കല്ലാതെ ഒരു മാർഗവും ഇല്ല. നമ്മൾ കാണുകയല്ല, നമ്മൾ കാണണ്ടാന്ന് കരുതിയ വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ആർക്കും കഴിയില്ല, ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്തവൻ ഇരുന്ന് പറയാണ് നിസ്കാരം കഴിഞ്ഞ്, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ. എൻ്റെ ഒരു നാടൻ കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞാൽ തേങ്ങാക്കൊലയാണ്. അല്ലാഹുമ്മ ഇർഹംനി. നമ്മൾ കരുതിയത് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇർഹംനി ഇന്ന് 3 ദിക്റുണ്ട് എന്നാണ്. അത് ദിക്റാകാം, പ്രാർത്ഥനയാകാം. പക്ഷെ അതിൻ്റെ ഒരു ആത്മാർത്ഥം ഉൾക്കൊള്ളാതെ വെറുതെ ചടങ്ങായി മാറ്റുക നമ്മൾ. ഇന്ന് ലോറ് കഴിഞ്ഞാലും നിങ്ങൾ പറയും അല്ലാഹുമ്മ ഇർഹംനി അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ ഇർഹംനി അർഹമർ റാഹിമീൻ. അതിൻ്റെ ട്യൂൺ എന്തായാലും ശരി, അതിങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ ചെല്ലേണ്ട ഒരു ദിക്റാന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അതൊരാവിഷ്കാരമാണ്. പടച്ചോനെ നീ എന്നോട് കരുണ ചെയ്യണമേ എന്ന അർത്ഥനയാണ്. ഇത് പറഞ്ഞയാൾ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ പറയാണ് സുഖമില്ല സഹായിക്കണേന്ന്. നമ്മൾ മൈൻഡ് ചെയ്യില്ല, എന്നിട്ട് ഇറങ്ങിപ്പോവും. ഇപ്പുറത്താണ് അയാൾ നിൽക്കുന്നെങ്കിൽ അപ്പുറത്തെ വാതിലൂടെ കടന്നു പോകും. വൈ? ഇയാൾക്കൊരു 10 രൂപ കൊടുക്കേണ്ടി വരുമെന്ന കാരണം കൊണ്ട്. കുറച്ചുമ്പോൾ ദ്വാരുന്നത് എന്താണ്? പടച്ചോനെ നീ എന്നോട് കാരുണ്യം ചെയ്യണമേ. ഇയാളെന്താ ചോദിച്ചത്? കരുണ ചെയ്യണേ. ഞാൻ നിന്നോടൊന്നും കരുണ ചെയ്യില്ല, പടച്ചോൻ നിന്നോട് കരുണ ചെയ്യും വേണം. ഇത് തട്ടിപ്പാണ്. ഇത്തരം ഇബാദത്തുകൾ തട്ടിപ്പാണ്, ഇത്തരം പ്രാർത്ഥനകൾ തട്ടിപ്പാണ്. അങ്ങനെ ഒരു ദിക്റായി ചെല്ലേണ്ടതല്ല. അത് ദിക്റാണെങ്കിലും അല്ലെങ്കിലും ശരി, അതൊരു ആത്മാവിഷ്കാരമാണ്. പടച്ചവനെ നീ എന്നോട് കരുണ ചെയ്യണേ. ഇത് ഞാൻ എൻ്റെ സ്വന്തം വാക്ക് പറയാനില്ല. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണമേ.
എങ്കിൽ അത്യുന്നതങ്ങളിലുള്ളവൻ നിന്നോട് കരുണ ചെയ്യുമെന്ന് പരിശുദ്ധനായ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാത്തിരിപ്പിൻ്റെ സാർത്ഥകമായ സമ്പൂർത്തീകരണവുമായി സാദിഖലി തങ്ങൾ എപ്പോൾ കേട്ടാലും ഇനി ആവർത്തിക്കേണ്ടെന്ന് കരുതുന്ന കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടി പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിൻ്റെ പൂമരത്തണലായ മഷൂർ വെറ്റ കൊടപ്പനക്കല തറവാട്ടിലെ രാജപ്രതാപിയായ PMS പൂക്കോയ തങ്ങളുടെ മകൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിൽ ഈ പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഞാൻ ബ്രീഫ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ മൗനമന്ദസ്മിതം കൊണ്ട്, ഊക്കുള്ള മൗനം കൊണ്ട് ഒച്ചപ്പാടുകളെ നിയന്ത്രിച്ച കാലത്തിൻ്റെ ഒരു സാരഥിയായിരുന്നു. അവരുടെ പേരിൽ ഇവിടെ നടക്കാനിരിക്കുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെൻറ്റ് കാലത്തിൻ്റെ ഒരു നിയോഗദീപ്തി പോലെ ഈ നാടിന് സമാശ്വാസം നൽകാൻ കഴിയട്ടെ എന്ന